بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. لولا ثلاث ما طأطأ ابن آدم رأسه: المرض والفقر والموت. صدق شفيعنا رسول الله صلى الله عليه وسلم. يا خير من دفنت بالقاع يعظمه، فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحباك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നല്ല ഒരു സദസ്സിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നല്ല നിലയിൽ ജീവിക്കുകയും ഒരുപാട് നന്മയുടെ ചിത്രങ്ങൾ നമുക്ക് വേണ്ടി ബാക്കി വെക്കുകയും ചെയ്ത വലിയ മഹാനുഭാവനായിരുന്ന അബൂബക്കർ ഹാജി
നവ്വറല്ലാഹു മർഖദഹു. അല്ലാഹു തആല അവിടുത്തേക്ക് ദറജകൾ ഉത്തരോത്തരം ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മറ്റു ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സാദി ഉസ്താദ് അടക്കം ഈ മാസത്തിൽ നാം അനുസ്മരിക്കുന്ന ഒട്ടേറെ മഹാന്മാരുണ്ട്. കേരളത്തിനകത്തും പുറത്തും വിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തിരുന്ന ധാരാളം പണ്ഡിതന്മാരും സാദാത്തുക്കളും വിടവാങ്ങിയ ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗൗസുൽ ആലം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെയും വഫാത്തിൻ്റെ മാസമാണ് റബീഉൽ ആഖിർ മാസം. ഓരോ അനുസ്മരണങ്ങളും മരണപ്പെട്ടവരെ ഓർക്കുന്ന മറ്റു സദസ്സുകളുമൊക്കെ ആഖിറത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഓർമ്മിക്കാനും നമുക്ക് വലിയൊരു കാരണമാണ്. പരലോകം ഓർക്കുന്നതിന് വേണ്ടി ഇഹലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ച ഒരു വിഷയമാണ് സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശനം. ഖബറിന്റെ അടുത്ത് പോയി സലാം പറഞ്ഞ് ഓതാൻ കഴിയുന്നത്ര ഓതി ദുആ ചെയ്ത് തിരിച്ചു പോരുക മാത്രമല്ല ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത്. അതിലപ്പുറം ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഒക്കെ പഠിപ്പിച്ചതുപോലെ അല്ലാഹു തആല ആകെ വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഖബർ സിയാറത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ദുനിയാവിൻ്റെ ചിന്തകളൊക്കെ പതിയെ പതിയെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റുന്നതിന് വലിയ ഒരു സഹായമാണ് ഖബർ സിയാറത്ത്. കുറച്ചു നേരം അവിടെ നിന്ന് ചിന്തിക്കുകയും ഓർക്കുകയും വേണം. കൂടുതൽ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു നമ്മുടെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളോടും പറഞ്ഞത്, നിങ്ങൾ ഇടക്കിടക്ക് ഖബർ സിയാറത്ത് ചെയ്യണം. ഫഇന്നഹാ തുസഖിദുകും ഫിദ്ദുനിയ വതുദക്കിറുകുമുൽ ആഖിറ. ഇടക്കിടക്ക് ചെയ്യുന്ന ഖബർ സിയാറത്ത് ദുനിയാവിൽ നിങ്ങളെ സുഹുദിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും. ദുനിയാവിലെ സുഹുദ്, ത്യാഗം എന്ന് പറയുന്നത് മുത്തഖിയായ മനുഷ്യന് ഉണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു സ്ഥാനമാണ് അവൻ സാഹിദാവുക എന്നത്. ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ നിന്ന് മനസ്സിനെ ഒന്ന് ചുരുക്കുക, അതൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത, അത്രയൊക്കെ മതി, അതിൽ മേൽപോട്ടൊന്നും വേണ്ട, പാകത്തിന് ഏകദേശം ആയിട്ടുണ്ട്, ഇനിയും ദുനിയാവിനെ കുറിച്ചുള്ള അലച്ചകളും താല്പര്യങ്ങളുമൊക്കെ അധികം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടുവരാൻ അത് വലിയൊരു സഹായമാണ്. എല്ലാ ശനിയാഴ്ചയും ബഹുമാനപ്പെട്ട സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ വനിതയും നാളെ പാരത്രിക ലോകത്ത് സഹോദരിമാർക്ക് സ്വർഗത്തിൽ നേതൃത്വം നൽകുന്ന വലിയ നേതാവുമായ നായികയുമായ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു തആല അൻഹ എല്ലാ ശനിയാഴ്ചയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്തിരുന്നു ഉഹദിൽ. ആ ഖബർ സിയാറത്തുകളൊക്കെ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കണം, പ്രേരിപ്പിക്കണം. ഖബർ സിയാറത്ത് ചെയ്യുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഖബർ സിയാറത്തുകൾക്ക് പോകുന്ന മുസ്ലിം സഹോദരിമാരും
അവിടെ നിന്ന് ഒരല്പനേരം ദുനിയാവിനെ പറ്റിയും ആഖിറത്തെ പറ്റിയും നല്ലോണം ഓർക്കണം. നമ്മുടെ തലക്ക് മുകളിലും ഒരു മീസാൻ, അത് റെഡിയാണ്, കല്ല് റെഡിയാണ്, ഭൂമിയും റെഡിയാണ്. ഒരൊറ്റ കാര്യമേ നടക്കാനുള്ളൂ, ഒരു നിസ്കാരം. ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ട് നടക്കാത്ത ഒരു നിസ്കാരമുണ്ട്, ആ ഒരു നിസ്കാരം മാത്രമേ നടക്കാനുള്ളൂ. ബാങ്കും ഇഖാമത്തും നേരത്തെ കൊടുത്തു കഴിഞ്ഞു, ഇനി ഒരു നിസ്കാരം നടക്കേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക് വെക്കപ്പെടേണ്ട ശരീരങ്ങളാണ് നമ്മുടെയൊക്കെ ശരീരം. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഒരുപാട് ചിന്തിക്കാനുണ്ട് ഖബർ കാണുമ്പോൾ. ഖബർ കാണുമ്പോഴും ഖബറിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യുക, അത് വിശ്വാസിക്ക് വലിയൊരു ലക്ഷണമാണ്. ഖബറിനെ കുറിച്ച് എപ്പോഴും ഓർമ്മയുണ്ടാകാനാണ് ഖബറിനെ പറ്റിയുള്ള കാവൽ ചോദിക്കുന്ന ദുആ എല്ലാ നിസ്കാരത്തിലും നിർവഹിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടത്. എല്ലാ നിസ്കാരത്തിലും, ഫർളിൽ മാത്രല്ല, സുന്നത്ത് നിസ്കാരത്തിലും ദ്വാരക്കണം. ദ്വാരക്കാതെ സലാം വീട്ടൽ കറാഹത്താണ്. എല്ലാ നിസ്കാരത്തിലും, മയ്യിത്ത് നിസ്കാരത്തിൽ പിന്നെ ആ ദ്വാ ഉണ്ടല്ലോ. ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ഒക്കെ ദ്വാരക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഖബറിന്റെ അദാബിനെ കുറിച്ചാണ് ആദ്യം കാവൽ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ആ ചോദ്യം ഒരു സാധാരണ ചോദ്യമല്ല. അല്ലാഹുവിന് അത്തഹിയ്യാത്ത് സമർപ്പിച്ച ശേഷം ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാമും സ്വലാത്തും ചൊല്ലിയ ശേഷം വലിയ ഇജാബത്തുള്ളൊരു ദുആയാണ് നിസ്കാരത്തിലെ ദുആ. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാ നിസ്കാരത്തിലും ദ്വാരക്കണം. സുന്നത്ത് നിസ്കാരത്തിൽ അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടി ഉടനെ സലാത്തും ചൊല്ലി സലാം വീട്ടിക്കൂടാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. മുഴുവനായിട്ട് സ്വലാത്ത് പറയാത്തവർ അത്രയെങ്കിലും സ്വലാത്ത് ചൊല്ലണം. കഴിയുമെങ്കിൽ മുഴുവൻ സ്വലാത്തും ചൊല്ലലാണ് ഏറ്റവും നല്ലത്. ശേഷം ഈ പറഞ്ഞ ദുആ ദ്വാരക്കണം. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. പ്രധാനപ്പെട്ട 4 വിഷയങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുക. എല്ലാ നിസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. ഖബർ ശിക്ഷയെ പറ്റി കാവൽ ചോദിക്കാത്ത ഒരു നിസ്കാരവും ഇല്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് എന്റെ റൂമിലേക്ക് ഒരു ജൂത സ്ത്രീ കടന്നു വന്നു. ജൂത സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, അആദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ ജൂത സ്ത്രീയോട് ചോദിച്ചു, ഖബർ ശിക്ഷയെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജൂത സ്ത്രീ പറഞ്ഞു, ഖബർ ശിക്ഷയുണ്ട്, എനിക്കതിൽ വിശ്വാസമുണ്ട്, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുമുണ്ട്. ഇന്നത്തെ ജൂതന്മാരെ പറ്റിയല്ല പറഞ്ഞത്. അന്നത്തെ ജൂതന്മാര് വിവരമുള്ളവരാണ്, അവര് പഠിക്കുന്നവരാണ്. പഠിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചവര് ധാരാളം ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഖബറിൽ അദാബുണ്ടോ? ഉണ്ട് ആയിഷ, ഖബറിൽ അദാബുണ്ട്. എന്തേ അങ്ങനെ ചോദിക്കാൻ കാരണം? ഇവിടെ ഒരു ജൂത സ്ത്രീ വന്നിരുന്നു.
ആ ജൂത സ്ത്രീ വന്നിട്ട് എന്നോട് പറഞ്ഞു, അഅദകില്ലാഹു മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആ ഖബർ ശിക്ഷ ചെറിയ കാര്യത്തിന് പോലും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചെറിയ വിഷയം നമ്മുടെ വീക്ഷണത്തിൽ ചെറിയ കാര്യമായി തോന്നുന്നതിന് പോലും ഖബറിൽ വലിയ ശിക്ഷ അനുഭവപ്പെട്ടിട്ടുണ്ട്. രണ്ട് ഖബർ ആളുകളുടെ ശിക്ഷയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞില്ലേ, ഇന്നഹുമാ ലയുഅദ്ദബാൻ, ആ രണ്ട് ഖബർ ആളുകളെയും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീർ, അവരുടെ വീക്ഷണ പ്രകാരം വലിയ വിഷയമല്ല അവർ ചെയ്തത്, പക്ഷേ അത് വലിയ വിഷയമാണ്. വലിയ വിഷയമായിട്ട് അവർ ചെയ്തതായി അവർക്ക് തോന്നിയിട്ടില്ല, അത് വലിയ കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ അവർക്ക് ശിക്ഷ നൽകപ്പെടുന്നു. അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിന്നമീമ, രണ്ടിൽ ഒരാള് യംശി ബിന്നമീമ, നമീമത്തുമായി ജീവിക്കുന്ന ആളായിരുന്നു. കൂടെ ഒരാളെ കിട്ടിയാൽ എന്തെങ്കിലും ഫിത്നയും ഫസാദും പറയുന്നൊരു സംസാരം, ആരെ പറ്റിയോ ആകട്ടെ, സ്വന്തക്കാരെ പറ്റിയോ കുടുംബക്കാരെ പറ്റിയോ കൂട്ടുകാരെ പറ്റിയോ പുറം നാട്ടുകാരെ പറ്റിയോ ആരെ പറ്റിയോ ആകട്ടെ, ഫിത്നയിലും ഫസാദിലും ലയിക്കുന്ന രീതിയിൽ ഒരു സംസാരം, ആ സംസാരമാണ് ഒരാളുടെ ജീവിതത്തിന്റെ തൊഴില്. ഫകാന യംശി ബിന്നമീമ, നമീമത്തുമായി ജീവിക്കുന്ന ആളായിരുന്നു. രണ്ടാമത്തെ ആള് ഫകാന ലാ യസ്തബ്രിഉ മിനൽ ബൗൽ, എപ്പോൾ മൂത്രമൊഴിച്ചാലും കൃത്യമായി ശുദ്ധി വരുത്താറില്ല. നിസ്കരിക്കുമ്പോഴും ഒരു തുള്ളി മൂത്രം അയാളെ ശരീരത്തിൽ ബാക്കിയുണ്ട്. ഇസ്തിബ്റാ നടത്താത്തതാണ് കുഴപ്പം. മൂത്രമൊഴിക്കാൻ ഇരിക്കുന്നകളെ ലെവലായിട്ടിരിക്കാൻ പറഞ്ഞാൽ പോരാ, അതെല്ലാവർക്കും അറിയായിരുത്തം. ഇടത്തെ ഭാഗത്തേക്ക് കുറച്ച് ചാഞ്ഞും ചെരിഞ്ഞും ഇരിക്കണം അല്ലേ? അങ്ങനെ ഇരിക്കണം എന്നല്ലേ മറ്റു ജീവികളുടെയും മൂത്രമൊഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സിലാകുന്നത്. നായ മൂത്രമൊഴിക്കുന്ന കണ്ടോ? പ്രസ് ചെയ്തിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. ഒരു കാലം നല്ല പ്രസ്സിങ് ഉണ്ട്. പൂച്ച മൂത്രമൊഴിക്കുമ്പോഴും ഒരു പ്രത്യേക തെറിപ്പിക്കലുണ്ട്, ഒരു കനത്തോടു കൂടെ മുഴുവനും ഇങ്ങോട്ട് പോരാൻ വേണ്ടി. നമ്മൾ മൂത്രമൊഴിക്കുമ്പോ ഇടത്തെ ഭാഗത്തേക്ക് കൂടുതൽ അവലംബിച്ചിരിക്കണം, ചേർന്നിരിക്കണം. ഇടത്തെ ഭാഗം കുറച്ചുകൂടി പ്രസ് ചെയ്തിരിക്കും, വലത്തെ ഭാഗം കുറച്ചുകൂടി ലൂസാക്കിയിരിക്കണം. ആ ഇരുത്തം കുട്ടികൾക്ക് മാതാപിതാക്കൾ പഠിപ്പിക്കണം. പറഞ്ഞു കൊടുത്താൽ പോരാ, പഠിപ്പിക്കണം. അവരെ ഇരുത്തി പഠിപ്പിക്കണം കുഞ്ഞുനാളിൽ തന്നെ. എന്നാ പിന്നെ മൂത്രം ഒഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അസുഖമൊന്നും ഉണ്ടാകൂല. അങ്ങനെ ഇരിക്കുന്ന ആള് ഒന്ന് രണ്ട് കൂറ്റനക്കുക എന്ന് പറയുന്നത് ഇസ്തിബ്റാഇന്റെ ഒരു മാർഗമാണ്. 2-3 തവണ കൂറ്റനക്ക. കുറെ നേരം ഇരുന്നിട്ട് വസ്വാസാകാൻ പാടില്ല. ഒന്നുകിൽ കൂറ്റനക്ക. ചില ആളുകൾ കുറച്ച് കട്ടിയും കനവുള്ള ശരീരമായതുകൊണ്ട് എവിടെയും മൂത്രം ആകാത്ത രൂപത്തിൽ ഒന്ന് എഴുന്നേറ്റിരിക്കുക, അത് ഇസ്തിബ്റാഇന്റെ ഒരു ശൈലി. ചിലർക്ക് അത് മതിയാകൂല, ഒന്ന് നടക്കേണ്ടി വരും. നടക്കുമ്പോഴൊന്നും മൂത്രം അങ്ങും ആയി പോകാൻ പാടില്ല, അത് പ്രത്യേകം സൂക്ഷിക്കണം. പഴയ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. മൂത്രപ്പുരയിൽ തന്നെ പഴയ കാലത്തെ ആളുകൾ അത്രയും സൂക്ഷ്മതയിലായിരുന്നു. ഇടത്തെ കൈയിൽ അവര് നജസ് മുഴുവനും ഇടത്തെ കൈയിൽ കേന്ദ്രീകരിച്ച്, ആ കൈയടക്കം കൈകുമല്ലോ, കേന്ദ്രീകരിച്ചുകൊണ്ട് വസ്ത്രത്തിലൊന്നും ആകാത്ത രൂപത്തിൽ ഒന്നിങ്ങനെ പതുക്കെ നടക്കണം. നടക്കാൻ അറിയണം. അങ്ങോട്ടും വസ്ത്രത്തിനും ശരീരത്തിനൊക്കെ നേസാക്കി നടക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ചൊരു നടത്തം, മൂത്രം എവിടെയും മുറ്റിപ്പോകാത്ത രീതിയിൽ. പിന്നെയും ഒന്ന് ഇരുന്നിട്ട് ഒന്നുകൂടി ഒന്ന് കൂറ്റനക്കിയാൽ മൂത്രം മുഴുവനായിട്ടും പോയി തീർന്നു. മൂത്രയിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന ആള് മൂത്രം ഇനിയും ബാക്കിയുണ്ട് എന്നറിയാൻ വേണ്ടി നിങ്ങൾ നോക്കൂ, ബ്രഷ് ചെയ്യുന്ന ആള് ഒന്ന് ഹൽക്കിലേക്ക്, തൊണ്ടക്കുഴിയിലേക്ക് അയാളെ ബ്രഷ് ഒന്നിങ്ങനെ നല്ല രൂപത്തിലൊന്നിങ്ങനെ ഇറക്കിയിട്ട് ഒന്ന് തൊണ്ട അനക്കുമ്പോ ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണ് ഖബറിൽ ശിക്ഷ അനുഭവപ്പെടുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. വേറെ ഒരു ഹദീസിൽ തങ്ങൾ പഠിപ്പിച്ചു, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗൽ, ഖബറിലെ അധിക ശിക്ഷയും മൂത്രത്തിന്റെ കാരണം കൊണ്ടാണ്.
അത് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത്, ജുമുഅത്ത് പള്ളിയിൽ എവിടെയെങ്കിലും മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് ഒരു 10 മിനിറ്റ് നിന്ന് നോക്കിയാൽ മതി, എത്ര പെട്ടെന്നാണ് ആളുകൾ മൂത്രത്തെ എഴുന്നേറ്റ് പോകുന്നതെന്ന് അറിയാം. നല്ല വൃത്തി വേണം, ശുദ്ധി വേണം, നജസിൽ നിന്ന് മുക്തി വേണം. എങ്ങനെയെങ്കിലും മൂത്രമൊഴിച്ച് എഴുന്നേറ്റ് പോകാനാകരുത്. അത് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം കൂറ്റണക്കണം. ഈ പുതിയ ടോയ്ലറ്റ്, എന്താ അതിന്റെ പേര്, ഒരു പേഷ്യന്റ് ടോയ്ലറ്റ് ഇല്ലേ? ഞോല നാട് പറഞ്ഞാണ് പരസ്യമാക്കണ്ട. ആ ഒരു ടോയ്ലറ്റ്, അതിലിരിക്കുന്ന ആൾ കുറച്ചുകൂടി നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അത് അത്ര താഴെ ഇരിക്കും പോലെയുള്ള ഒരവസ്ഥയിലല്ല മൂത്രമൊഴിക്കുന്നത്. ശരീരം അവലംബമാകുന്നത് കുറവാണ്. അപ്പൊ ഒന്നുകൂടി നല്ലോണം കൂറ്റനക്കിയിട്ട് വൃത്തിയാക്കണം. ചെറിയ ഒരു കാര്യം എന്ന് നമ്മൾ കണക്കാക്കരുത്, വലിയൊരു വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന ഈ 2 ഖബറാളികൾക്കും പരിഹാരത്തിന് വേണ്ടി ഉണങ്ങാത്ത നല്ല പച്ചപ്പുള്ള ഒരു കൊമ്പെടുത്ത്, ഈത്തപ്പഴ മരത്തിന്റെ ഒരു കൊമ്പെടുത്ത് അതിനെ 2ആക്കി മുറിച്ച് ഓരോ ഖബറിന്റെ മുകളിലും ഓരോ ഭാഗം കുത്തിവെച്ചു. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഖഫഫാനി അൻഹുമാ മാലം ഗൈബസാ. ഈ 2 കൊള്ളികളും ഉണങ്ങാത്ത കാലത്തോളം ഖബറാളികൾക്ക് ശിക്ഷയിൽ നിന്ന് നല്ല കുറവ് ലഭിക്കും. കാരണം ഉണങ്ങാത്ത മരങ്ങൾക്കൊക്കെ തസ്ബീഹുണ്ട്. ഉണങ്ങിയാ പിന്നെ അതിന്റെ തസ്ബീഹ് അതോടുകൂടെ അവസാനിച്ചു. ഉണങ്ങാത്ത എല്ലാ മരങ്ങൾക്കും അതുപോലെ തന്നെ പുല്ല് പുഷ്പങ്ങൾക്കൊക്കെ തസ്ബീഹുണ്ട്. ഖബറിന്റെ മേലെ, ഖബറിന്റെ മുകളിൽ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന 2 ഭാഗത്തും സൈഡിൽ നിന്നിട്ടല്ലേ, മേൽഭാഗത്ത് പുല്ലുണ്ടെങ്കിൽ ആ പുല്ലവിടെ നിന്നോട്ടെ. എന്തിനാ പറിച്ചു കളയുന്നത്? ചില ആളുകൾക്ക് കൊല്ലം കവാത്ത് ചെയ്യണം. കവാത്തറ മനസ്സിലാവില്ലേ? കൊല്ലം കവാത്തെടുക്കണം അക്ബർ, എന്നാലേ സമാധാനമുള്ളൂ. എന്നിട്ട് ആകെ നിരപ്പാക്കിയിട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആക്കണം. ഖബറിന്റെ മേലെ മുളച്ചു പൊന്തിയ തലക്കാമ്പുറത്തും 2 ഭാഗത്തുമുള്ള മരങ്ങൾ, ആ മരത്തിന്റെ ഇലകൾ, ആ മരത്തിൽ നിന്നുള്ള പഴങ്ങൾ, ആ മരത്തിലെ പുഷ്പങ്ങൾ, ഇതെല്ലാം ഖബറാളിക്ക് റഹ്മത്തിന് കാരണമാണ്. അതുകൊണ്ടല്ലേ ഫത്ഹുൽ മുഈനിൽ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖബറിന്റെ മേലെ പുഷ്പം വിതറിയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല. അവിടെ സന്ദർശനത്തിന് വരുന്ന മുഅ്മിനീങ്ങൾക്കും മലക്കുകൾക്കും ആ സുഗന്ധം കൊണ്ട് വലിയ സന്തോഷവും റാഹത്തുമുണ്ട്. അത് ഖബറാളിയുടെ അവകാശമാണ്. സഹോദരങ്ങളെ, പൊന്തി വരുന്ന മരം അത് സിയാറത്തിന് തടസ്സമല്ലല്ലോ. ആ രീതിയിലല്ലേ അവിടെ കുഴിച്ചിടുന്നത്. സിയാറത്ത് അപ്പുറത്തും ഇപ്പുറത്തും നിന്നല്ലേ നടക്കുന്നത്. തലയുടെ ഭാഗത്തും കാൽഭാഗത്തും പൊന്തി വരുന്ന മരം ഓരോ വർഷം കൂടുമ്പോറും വെട്ടി ഒഴിവാക്കുന്ന സമയത്ത് എത്രയോ റഹ്മത്ത് ഖബറാളിക്ക് കിട്ടുന്നത് നഷ്ടമായി പോകുന്നു. അതങ്ങനെ വളർന്ന് വികസിച്ച് വരട്ടെ. അതിലുണ്ടാകുന്ന പഴങ്ങൾ എന്ത് ചെയ്യണം എന്നിവരെ മഹാന്മാര് മസ്അല പഠിപ്പിച്ചിട്ടുണ്ട്. ആ നാട്ടിലെ പതിവനുസരിച്ച് പഴയകാലത്തൊക്കെ പള്ളിക്ക് വേണ്ടി ലേലം ചെയ്തെടുക്കും. ചില നാടുകളിൽ കാണാം അതവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കും. ആ മുതഅല്ലിമീങ്ങൾ ഭക്ഷിച്ചാലും പള്ളിക്ക് വേണ്ടി അത് ലേലം ചെയ്തെടുത്താലും കിട്ടുന്നതിൽ നിന്ന് നല്ലൊരു പങ്ക് ഖബറാളിക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. മരത്തിന്റെ തസ്ബീഹ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന് ശിക്ഷക്ക് ലഘൂകരണം കിട്ടാൻ കാരണമാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, മനുഷ്യന്മാരിൽപ്പെട്ട മുഅ്മിനീങ്ങൾ ഖബറിന്റെ അടുത്ത് പോയി നിന്നാൽ ഒന്നും അവർ ഓതേണ്ടതില്ല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ഖബറിന്റെ സമീപത്ത് വന്ന് നിന്നാൽ തന്നെ എത്രമാത്രം വലിയ സന്തോഷമാണ്. ഓതിയാലോ പിന്നെ പറയേണ്ടതില്ല, സലാം പറഞ്ഞാലോ പിന്നെ പറയേണ്ടതില്ല.
ഖബറിന്റെ പുറത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ നിസ്കാരം നിർവഹിച്ചില്ലേ? ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ഉൽമാ, ഈ ഖബർ മുഴുവനും ഇരുട്ടുകൊണ്ട് നിറക്കപ്പെട്ടതായിരുന്നു. വ ഇന്നല്ലാഹ നവ്വറഹാ അലൈഹിം ബിസ്വലാത്തി, ഈ ഖബറാളിക്ക് ഞാൻ നിസ്കരിച്ച് പ്രാർത്ഥന നടത്തിയപ്പോ ബാക്കിയുള്ള എല്ലാ ഖബറിലും അല്ലാഹു പ്രകാശം പരത്തി. അവിടുന്ന് നിസ്കരിച്ചതൊരു ഖബറാളിക്കാണ്. പക്ഷേ ആ ഒരൊറ്റ നിസ്കാരം കൊണ്ട് തന്നെ ബാക്കിയുള്ള ഖബറാളികൾക്ക് മുഴുവനും വെളിച്ചം ലഭിച്ചു. മുഅ്മിനുകളെ, സലാം പറയുന്നതും ഖബർ സിയാറത്ത് ചെയ്യുന്നതും ആഖിറത്തെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാ നിസ്കാരത്തിലും ആഖിറത്തിന്റെ ചിന്തയുണ്ട്. എല്ലാ ഉമ്മമാരും സഹോദരങ്ങളും ദുആ ചെയ്യുമ്പോ നല്ലോണം ചിന്തിച്ച് ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ഖബറിന്റെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. ഖബറാളികളെ പറ്റി ചിന്തിക്കണ്ടേ? ചിന്തിക്കണം. മരിച്ചവരെ പറ്റി ഓർക്കേണ്ടേ? ഓർക്കണം. നമ്മുടെ മരണം നന്നാകാൻ അതൊരു കാരണമാണ്. നമ്മൾ ഓരോരുത്തരും നല്ലവരാകാൻ അതൊരു കാരണമാണ്. ഇബാദത്ത് നന്നാകാൻ ഒരു കാരണമാണ്. അതുകൊണ്ടല്ലേ ഔലിയാക്കളിൽ വലിയ മഹാന്മാര് സ്വഹാബിമാരല്ലേ? അവരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനല്ലേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് മഹാനുഭാവൻ. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ നേരത്തുള്ള ഭക്ഷണം മുന്നിലെത്തിയപ്പോ ഭക്ഷണ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് മഹാനവറുകൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോ പൊട്ടി കരയാൻ തുടങ്ങി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഒരൊറ്റ ദിർഹം കയ്യിലില്ലാത്ത പാവങ്ങളിൽ ഒരാളാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇഷ്ടം പോലെ സമൃദ്ധിയല്ലേ അല്ലാഹു നൽകിയത്? ഇഷ്ടം പോലെ സ്വതഖയല്ലേ വിശുദ്ധ ഇസ്ലാമിന് വേണ്ടി മഹാനവറുകൾ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തും തങ്ങളെ വഫാത്തിന് ശേഷവും ഖുലഫാഉൽ അർബഅത്തിൽ പ്രമുഖന്മാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കാലത്തും ധാരാളം സംഭാവന നൽകിയ മഹാൻ നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കി കരയുമ്പോ വീട്ടുകാര് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഞാൻ ഈ ഭക്ഷണം കണ്ടപ്പോ, എന്റെ ജീവിതത്തിൽ അല്ലാഹു എനിക്ക് നൽകിയ സമൃദ്ധിയും കണ്ടപ്പോ എന്റെ നേതാവായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തുപോയി. ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്നേക്കാൾ എത്രയോ നല്ല മഹാൻ. ആ മഹാനുഭാവൻ ഷഹീദായല്ലോ, ഉഹദിന്റെ രണഭൂമിയിൽ ഷഹീദായി. പലപ്പോഴും ധരിക്കാൻ വസ്ത്രമില്ലാഞ്ഞിട്ട്, ധരിക്കാൻ ഒന്നും കിട്ടാതിരുന്നിട്ട് ആടിന്റെ തോലണിഞ്ഞ് പള്ളിയിലേക്ക് വന്നിരുന്ന സ്വഹാബിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ബാപ്പ നല്ല പണക്കാരനാണ് ഉമൈർ, കോടിപതിയാണ് ഉമൈർ. പക്ഷേ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു ചെറിയ തുണ്ട് പോലും ഇവിടെ നിന്ന് നിനക്ക് തരില്ല എന്ന് ശാഠ്യം പിടിച്ചു. മദീനയിലേക്കാണെങ്കിൽ മദീനയിലേക്ക് എവിടേക്കും പോകാം, സമ്പത്തിന്റെ ഒരു ചെറിയ ശതമാനം പോലും ചോദിച്ചു വരാൻ പാടില്ല. അതൊക്കെ സഹിച്ചു. എത്ര വലിയ ഭാഗ്യവാനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. മദീനക്കാര് ഞങ്ങൾക്ക് ഓത്ത് പഠിപ്പിക്കാൻ ഒരാളെ തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ, ഖുർആനോത്ത് പഠിപ്പിക്കാനല്ലേ ആളെ വേണ്ടത്, ഞാൻ എന്റെ മുസ്അബിനെ പറഞ്ഞേക്കാം. മുസ്അബ് റളിയല്ലാഹുവിനെയാണ് മദീനക്കാർക്ക് ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടത്. മുഖ്രിഉൽ മദീന, മുഖ്രിഉൽ മദീന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനാണ്. മുഖ്രി, ഓത്ത് പഠിപ്പിക്കുന്ന ആള്. പിന്നെ അത് മുക്രി ആയി വന്നു. നമുക്ക് ആൾക്കാർക്കൊന്നും മഖ്റജും ശരിക്കും ഹംസൊന്നും മൊയ്യാൻ അറിയാത്തതുകൊണ്ട് അത് പിന്നെ മുക്രി ആയി പോയി. മുക്രി ആണത്, അതിന്റെ അസുല അങ്ങനെയാണ്.
പഴയ കാലത്ത് ബാങ്ക് വിളിക്കുന്ന ഇമാമത്ത് നിൽക്കുന്ന ആള് തന്നെയാണ് അന്നത്തെ ഓത്തുപള്ളിയിലെ ഉസ്താദ്, അല്ലേ? അങ്ങനെയാണ് അത് പറയൽ. ഇവിടെ ചില ഭാഗത്തൊക്കെ ഉണ്ടാകുമല്ലോ മുക്രിക്കാന്റെ അകത്ത് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പേരുണ്ടാകും. അവരൊക്കെ ഈ ഓത്തുപള്ളിയിലുള്ള ഉസ്താദുമാരായിരിക്കും ആ കുടുംബത്തിൽ അധിക പേരും. മുക്രി എന്നാണ് അതിന്റെ അസുല്, ഓതിപ്പഠിപ്പിക്കുന്ന ആള്. മുക്രി ഉൽ മദീന എന്നാണ് മഹാനവറുകളെ വിളിച്ചിരുന്നത് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ. ആ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ആലോചിച്ച് ഭക്ഷണം ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ച് ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞ് കരയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. മരിച്ചവരെ പറ്റി ഓർക്കണ്ടേ? ഓർക്കണം, കരയണ്ടേ? കരയണം, ചിന്തിക്കണ്ടേ? നല്ലോണം ചിന്തിക്കണം. അവര് കാണാത്ത പലതും അല്ലാഹു നമുക്ക് തന്നു. നമ്മുടെ മുൻഗാമികൾ സ്വപ്നം കണ്ടിരുന്ന, അവരങ്ങനെ ഉണ്ടാകുമോന്നൊക്കെ ചിന്തിച്ചിരുന്ന പലതും നമ്മുടെ കയ്യിലെത്തി. ഉപ്പാപ്പമാരുടെ കാലത്ത്, ഉമ്മാമ്മമാരുടെ ഒക്കെ പഴയ കാലത്ത് മോട്ടോറുകൾ കുറവായിരുന്നു. കിണറ്റിൽ നിന്ന് കയറ് കൊണ്ട് വെള്ളം ഇങ്ങനെ വലിച്ച് താഴോട്ടിറക്കണം. പിന്നെ സൗകര്യങ്ങൾ വന്നു. അരക്കാൻ അമ്മിയും അമ്മിക്കുട്ടിയും, അതും സൗകര്യം മാറി. കുളിക്കാൻ വേറെ സംവിധാനം. പിന്നെയോ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് എത്രയോ തവണ തള്ളക്കൈയിൽ കൊണ്ട് കോരിയിട്ട് ഇങ്ങനെ ഞെക്കി നോക്കണം വേവായിട്ടുണ്ടോ. ഇപ്പോഴോ ഇപ്പൊ വിസിലിന്റെ എണ്ണം പിടിച്ചാൽ മതി. എവിടെയാണോ ഇരിക്കുന്നത് അവിടെ വിസിലിന്റെ എണ്ണം അങ്ങോട്ട്. ഒന്നും തുറക്കണ്ട, ഒന്നും മാറ്റണ്ട, ഒന്നും ചെയ്യണ്ട. അതിനൊക്കെ പാകപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങളാണ്. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യാന്നുള്ളത് മാത്രമേ കാര്യമായിട്ട് പണിയുള്ളൂ. അലക്കാനും മെഷീൻ, കുളിക്കാനും മെഷീൻ, എല്ലാറ്റിനും മെഷീൻ. കിടത്തിയുറക്കാൻ തണുപ്പ് തരുന്ന മെഷീൻ അല്ലല്ലേ? പൂർവീകര് കാണാത്ത പലതും നമ്മൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അന്ന് സഹിച്ച് ജീവിച്ചത്. ഉമ്മമാരെ, സഹോദരങ്ങളെ മറക്കരുത്. ഈ കാണുന്ന ലൈറ്റിന്റെ വെളിച്ചൊന്നും അറിയാതെ ചെറിയ എണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് ഓതിയതും ആ എണ്ണയുടെ കരി ബാധിച്ച് കണ്ണിന്റെയും മൂക്കിന്റെയും ഭാഗങ്ങൾ കഷ്ണത്തുണികളെ കൊണ്ട് തുടച്ചെടുത്തിരുന്നതും എത്രയോ കാലം കുഴൽ വെച്ചുകൊണ്ട് അടുപ്പിലേക്ക് ഊതി 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 കത്തിച്ചുകൊണ്ടാണ് ഭക്ഷണങ്ങൾ പാചകം ചെയ്തിരുന്നത്. തൊണ്ടവേദന വന്നിരുന്നു, ചുമ വന്നിരുന്നു, പല അസുഖങ്ങളും വന്നിരുന്നു. അവർക്ക് ഒരിക്കലും ജലദോഷം വിട്ടുമാറിയ അവസ്ഥയില്ല. എല്ലാം സഹിച്ചു തരണം ചെയ്തു. നമ്മുടെ സമാനായപ്പോൾ അല്ലാഹു പുകയില്ലാത്ത അടുപ്പുകൾ സംഭാവന തന്നു. എത്ര സുഖത്തിലാ നമ്മൾ കഴിയുന്നത്. അവിടെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, പടച്ച റബ്ബേ, എന്റെ നേതാവായ മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ രണഭൂമിയിൽ ഷഹീദാകുമ്പോ മുഴുവനായും കഫൻ ചെയ്യപ്പെടാൻ ഒരു വസ്ത്രം പോലും അന്ന് ഉണ്ടായില്ലല്ലോ. ഒരു തുണിയുണ്ട്, ഒരൊറ്റ തുണി വസ്ത്രമുണ്ട്. തലമുടിയാൽ കാലുവളിവാകും, കാലുമുടിയാലോ തലവളിവാകും. എന്ത് ചെയ്യണമെന്നറിയാതെ സ്വഹാബത്ത് പരിഭ്രമിച്ചു നിൽക്കുന്നു. ആ വസ്ത്രങ്ങളെ കൊണ്ട് സുബ്ഹാനല്ലാഹ് തലഭാഗം മറച്ചു. കാലിന്റെ ഭാഗത്തേക്ക് പുല്ലല്ലേ മറവിന് വെച്ചു കൊടുത്തത്. മദീനയിൽ നീണ്ടു നിവർന്നു നിൽക്കും ഇദ്ഖിർ എന്ന് പറയുന്ന പുല്ലുണ്ട്, പുറമേയാനും മറ്റും ഉപയോഗിക്കുന്ന പുല്ല്. വസ്ത്രത്തിന്റെ പകരം അതല്ലേ വെച്ചു കൊടുത്തത്. ആ മുസ്അബ് റളിയല്ലാഹു അൻഹു വഹുവ ഖൈറും മിന്നീ, എന്നെക്കാളും എത്രയോ നല്ല മഹാനാണ്. എനിക്ക്
എനിക്കല്ലാഹു തന്ന സമൃദ്ധി എത്ര വലുതാണ്, എത്ര സൗകര്യങ്ങളാണ് അല്ലാഹു എനിക്ക് തന്നത്. മരണത്തെക്കുറിച്ച് ആലോചിച്ചല്ലേ ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല വിഷയത്തിലും അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലം വിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത മഹാൻ വഫാത്തിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന വീട്ടിലെ റൂമിലെ ചുമരിലേക്ക് മുഖം ചേർത്തി വെച്ച് കരയുന്നു, ഖബറിനെ കുറിച്ച് ആലോചിക്കുന്നു. മക്കളൊക്കെ ചോദിക്കുന്നു, ഉപ്പാ നിങ്ങൾ എന്തിനാ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ ജീവിക്കാനും അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കാനും ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കാൻ, ഇന്നി കുന്തു അലാ അത്ബാഖിൻ സലാസ്, 3 രീതിയിൽ ജീവിച്ച ആളാണ് ഞാൻ. 3 ഘട്ടങ്ങൾ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. അതിലൊന്നാമത്തെ ഘട്ടം ഏറ്റവും സങ്കീർണതയുള്ള ഘട്ടമാണ്. അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ലകുന്തു മിൻ അഹ്ലിൻ നാർ, ഞാൻ നരകക്കാരിൽപ്പെട്ടൊരു മെമ്പർ ആയിരിക്കും. അതെന്റെ ജീവിതത്തിന്റെ യൗവനത്തിന്റെ ഒരു ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് എനിക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ള ആളായിരുന്നു. ഒളിഞ്ഞു നിൽക്കുമായിരുന്നു. പലപ്പോഴും തങ്ങൾ ആക്രമിക്കാൻ കിട്ടുമോ എന്ന് തക്കം നോക്കിയിട്ട്. അന്നെങ്ങാനും ഞാൻ മരിച്ചാൽ എന്റെ കഥ കഴിഞ്ഞുപോയി, പിന്നെ ചിന്തിക്കാനില്ല. രണ്ടാമത്തെ ഘട്ടം, വിശുദ്ധ ഇസ്ലാമിനെ അല്ലാഹു എന്റെ മനസ്സിൽ സൗന്ദര്യപ്പെടുത്തി തന്ന ഘട്ടമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തങ്ങളാണ്. ഏറ്റവും ബഹുമാനമുള്ളതും അവിടത്തോടാണ്. ആരെങ്കിലും വന്നെന്നോട് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ആധിക്യം കൊണ്ട് അന്ന് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ലറജൗതു അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന, എനിക്ക് നിസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. എനിക്കത് വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു അവലംബമാണ്. പക്ഷേ അതും നടന്നില്ല. മൂന്നാമത്തെ ഘട്ടം, അല്ലാഹു എന്നെ ഭരണം ഏൽപ്പിച്ചു. ഞാൻ മിസ്റിന്റെ ഗവർണറായി. ഒരുപാട് ചുമതലകൾ എന്നെ അല്ലാഹു തആല ഏൽപ്പിച്ചു. ഖലീഫമാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ അത് ഏറ്റെടുത്തു. എന്തായിരിക്കും ആ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹിസാബെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ കുറെ ഭരണങ്ങളും വിഷയങ്ങളൊക്കെ എന്റെ മേൽ വന്നു. എന്നിട്ട് കൂടെ നിൽക്കുന്ന ആളുകളോട് പറയുന്നു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ജനാസ കുളിപ്പിച്ച് എന്നെ മറവ് ചെയ്ത് എന്റെ ശരീരത്തിന്റെ മേൽ മണ്ണ് വാരിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് പോരരുത്, പെട്ടെന്ന് നിങ്ങൾ പോന്നേക്കരുത്. അഖീമു ഹൗല ഖബരി, എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം. ഖദ്റമാതുൻ ഹറുജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ, ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന അത്രയും സമയം, ഏകദേശം 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം. എന്തിനാന്നറിയോ? ഹത്താ അസ്തഅനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്ക് ടൈം പാസ് ലഭിക്കാനാണ്. മുഅ്മിനുകളെ, നമ്മുടെ ഉപ്പയുടെ ഖബറിന്റെ ചാരത്ത്, ഉമ്മയുടെ ഖബറിന്റെ ചാരത്ത്, ഉമ്മാമയുടെയും ഉപ്പാപ്പയുടെയും ഖബറിന്റെ ചാരത്ത്, ഗുരുനാഥന്മാരുടെ ഖബറിന്റെ പരിസരത്ത് പോകട്ടെ. ഏതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെയും സമീപത്ത് ഒന്ന് പോയി നിന്നാൽ അത് ഖബറിൽ കിടക്കുന്ന ആൾക്ക് വലിയ ഈനാസാണ്, വലിയ നേരം പോക്കാണ്, സന്തോഷമാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹത്താ അസ്തഅനിസ ബിക്കും, നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോകാനാണ്. നിങ്ങൾ ചുറ്റും
ചുറ്റും അങ്ങനെ നിൽക്കണം. പെട്ടെന്ന് എന്നെ കുഴിയിലേക്ക് വെച്ച് നിങ്ങൾ പിരിഞ്ഞു പോകരുത്. ചില ആളുകളെ സ്വഭാവം അങ്ങനെയല്ലേ, അവരതാ പശുവിനെ മറവ് ചെയ്യും പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുരങ്ങ് ചത്തുപോയാൽ അതിനെ മറവ് ചെയ്യും പോലെ പെട്ടെന്ന് കുഴിയിലേക്ക് അങ്ങ് താത്തിയിട്ട് മണ്ണിട്ടിട്ട് മീസാൻ കല്ല് വെക്കുവോന്നറിയില്ല, അപ്പോഴേക്ക് അവര് സ്ഥലം വിട്ടുപോയി. സ്വഹാബി പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ എൻ്റെ ഖബറിന്റെ സമീപത്ത് നിൽക്കണം. ഒട്ടകത്തറുത്തതിന്റെ മാംസം വിതരണം ചെയ്യുന്ന സമയം അത്രയും കണക്കിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് നേരം പോക്ക് കിട്ടും. ഖബറിന്റെ സമീപത്ത് നിങ്ങൾ നിന്നാൽ എനിക്ക് വലിയ സന്തോഷം, വലിയ റാഹത്താണ്, വലിയ സമാധാനമാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, മുനാഫിഖീങ്ങളിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹ് നിർത്തിയില്ല, വലാ തഖും അലാ ഖബരിഹി, അവരെ ഖബറിന്റെ സമീപത്ത് പോലും നിൽക്കാൻ പാടില്ല. കാരണം തങ്ങൾ അവിടെ നിന്നാ ഉള്ളിലുള്ള ആളുകൾക്ക് വലിയ ശമനല്ലേ, വലിയ സമാധാനല്ലേ, വലിയ സന്തോഷല്ലേ. നിങ്ങൾ നിൽക്കരുത്, അവരെ ഖബറിന്റെ സമീപത്ത് പോലും നിൽക്കരുത്, ജനാസ നിസ്കരിക്കരുത്. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. കപടന്മാർ അവർ തികഞ്ഞ ഈമാനില്ലാതെ മരിച്ചുപോയവരാണ്. അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും അവർക്ക് വിശ്വാസമല്ല. അവർ ഫാസിഖീങ്ങളായി മരിച്ചുപോയവരാണ്. അവരെ പേരിൽ തങ്ങൾ നിസ്കരിക്കരുത്, അവരെ ഖബറിന്റെ സമീപത്ത് നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ സമീപത്ത് നിന്നാൽ എന്തൊരു സന്തോഷായിരിക്കും, എന്തൊരു റാഹത്തായിരിക്കും. ഇത് കൂടുള്ള കുടുംബക്കാരായ സ്വഹാബിമാരോടും അല്ലാത്തവരോടുമാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്ത് നിൽക്കണം. എല്ലാവരും പോയിക്കഴിഞ്ഞാലും കുടുംബക്കാരും ഉറ്റവരും ഉടയവരും കുറച്ചുകൂടി നേരം അവിടെ നിൽക്കണം എന്നാ പറഞ്ഞത്. മണ്ണക്കെട്ട് ഫാത്തിഹയും യാസീനും ഓതി പെട്ടെന്ന് പിരിഞ്ഞേക്കരുത്, അവിടെ നിൽക്കണം. തസ്ബീത്തുമായിട്ട് കുറെ നേരം അവിടെ നിൽക്കണം. നിങ്ങൾ എന്റെ തൊട്ടു സമീപത്ത് നിൽക്കുമ്പോ എന്റെ റബ്ബിന്റെ ദൂതന്മാര് വരുമല്ലോ, മുൻകർ നകീർ അലൈഹിമസ്സലാത്തു വസ്സലാം. അവരുടെ ചോദ്യങ്ങൾക്ക് എന്ത് മറുപടി പറയണമെന്ന് നിങ്ങൾ എന്റെ പരിസരത്ത് നിന്നാൽ എനിക്ക് ചിന്തിക്കാനും ആലോചിക്കാനും എളുപ്പമാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോയേക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഒരാഴ്ചക്കാലം ഖബറിലേക്ക് നിരന്തര ബന്ധമായിരുന്നു സഹാബത്തിന്. തൗസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വഹാബിമാര് ഒരാഴ്ചക്കാലം മരണത്തിന് ശേഷം അവരെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് മരിച്ചാൽ ഖബറിലേക്ക് ഇടതടവില്ലാതെ വന്നവർ സലാം പറയും. അതുപോലെ തന്നെ ഖബറാളിക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കും. മുറിയാതെ ചെയ്യുന്ന അമലുകൾ ഒരാഴ്ച തുടരെയുണ്ട്. തൗസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ താബിഈയാണ്. മഹാനവറുകൾ സ്വഹാബിമാരെ ജീവിതം കണ്ട് പഠിച്ച മഹാനാണ്. ആ മഹാനുഭാവൻ പറയുന്നു, ഖബറിൽ ഏറ്റവും പരീക്ഷണം നടക്കുന്ന വലിയ വലിയ ചോദ്യങ്ങൾ ചെയ്യപ്പെടുന്ന നേരമാണ് ആദ്യത്തെ 7 ദിവസം. ആ വലിയ പരീക്ഷണം നടക്കുന്ന സമയത്ത് ഖബറാളിക്ക് വലിയ സമാധാനം കിട്ടണമല്ലോ. അതിനുവേണ്ടി സ്വഹാബിമാര് ഭക്ഷണം നിരന്തരമായി കൊടുക്കും. ഖബറാളിയുടെ പേരിൽ ഖുർആനോത്തും നിരന്തരമായി നടത്തും. ഖബറിന്റെ സമീപത്ത് സിയാറത്തും നിരന്തരമായി നടത്തും. വേർപിരിയാതെ ചെയ്യുന്ന അമലുകൾ 7 ദിവസം കാണാം. മരിച്ചു കഴിഞ്ഞാൽ അന്നങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചുകൂടി നേരം ഇങ്ങനെ ആലോചിച്ച് മറക്കാനായിട്ടില്ല, ഹക്ക് തീർക്കാനായിട്ടില്ല. നല്ലോണം ദുആർക്കണം. മരണപ്പെട്ടു പോയവരുടെ മേലിൽ എപ്പോഴും ദുആ കടപ്പെട്ടിരിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറയുന്ന വലിയൊരു സമൂഹം. എപ്പോഴും അവർക്ക് ദുആർക്കണം. അവരെ ദുആഇന്റെ വചനങ്ങൾ ഇനി പ്രത്യേകം പറയേണ്ടതില്ല. അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ബാപ്പാനെയും ഉമ്മാനെയും മക്കൾ എപ്പോഴും ഓർക്കണം. ഓരോ മക്കളും അവരുടെ ബാപ്പ ഉമ്മ ഉപ്പാപ്പ ഉമ്മാമ തലമുറകളെ നന്നായി ഓർക്കണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് സത്യത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്, നല്ലവനാക്കി തീർക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, 3 കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ലൗലാ സലാസുൻ, 3 കാര്യങ്ങൾ ദുനിയാവിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഇബ്നു ആദം റഅസഹു, മനുഷ്യൻ തലകുനിക്കുമായിരുന്നില്ല. സുജൂദ്, റുകൂഅ്, ഇതിനല്ലേ തലകുനിക്കുന്ന ഒരു സന്ദർഭം. സുജൂദിലേക്കും തലകുനിക്കും, റുകൂഇലേക്കും തലകുനിക്കും. നെറ്റി വെച്ചുകൊണ്ട് ചെയ്യുന്ന അമലല്ലേ സുജൂദ്. ഈ വലിയ സുജൂദും റുകൂഉം എന്ന അമലും മുഴുവൻ കാര്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യൻ തലകുനിക്കുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, കേണപേക്ഷ നടത്തുന്നത്, 3 വിഷയങ്ങൾ അല്ലാഹു തആല തീരുമാനിച്ചത് കൊണ്ടാണ്. അതിൽപ്പെട്ട ഒന്നാണ് അൽ മറദു, രോഗം. രോഗം വരുമ്പോൾ, രോഗം വരുമെന്ന് കാണുമ്പോൾ മനുഷ്യന് ഭയപ്പാട് കൂടുകയാണ്, ചിന്ത കൂടി വരികയാണ്. നന്നാകണം, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മ വരികയാണ്. ഇടക്കിടക്ക് അല്ലാഹു തആല അതിനല്ലേ രോഗം തരുന്നത്, ഒരു സിഗ്നലാണ്, ആലോചിക്കാൻ വേണ്ടിയാണ്. അതുപോലെ മറ്റൊന്നാണ് വൽ ഫഖർ, ദാരിദ്ര്യം. ദാരിദ്ര്യം മനുഷ്യനെ നന്നാക്കുന്ന ഒരു വിഷയമാണ്. ദാരിദ്ര്യം വരുമെന്നൊരു പേടി മനുഷ്യന് സ്വാഭാവികമായിട്ടും പലതും ചെയ്തില്ലെങ്കിൽ അങ്ങനെ വന്നേക്കുമോ, ഇങ്ങനെ വന്നേക്കുമോ, അങ്ങനെ ഉണ്ടായേക്കുമോ എന്നൊരു ഭയപ്പാടുണ്ട്. 3-മത്തതാണ് വൽ മൗത്ത്, മരണം. ഈ 3 സംഗതികളും ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ തലകുനിക്കുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിച്ച് സുജൂദും റുകൂഉം ചെയ്യുന്നത്. ഇത് 3ഉം ഇല്ലേ, നിങ്ങൾ നോക്കിക്കോളൂ, മനുഷ്യൻ തലകുനിക്കൂല, ഒരാൾക്കും വഴിപ്പെടൂല, കീഴ്പ്പെടുകയില്ല. തോന്നും പോലെ നടക്കാനായിരിക്കും അവന്റെ ശ്രമം. അതേ സമയത്ത് നല്ലവരായി ജീവിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മരണപ്പെടാൻ നമുക്ക് കഴിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യണം. കൂട്ടത്തിൽ എല്ലാവരോടും പറയുന്നു, ഇവിടെ ഒരു പ്രത്യേക റെസിപ്റ്റ് വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോന്ന് വാങ്ങണം, ആരും വാങ്ങാതിരിക്കരുത്, എല്ലാവരും വാങ്ങണം. അതിൽ പേരും എഴുതണം, സ്ഥലവും എഴുതണം, നമ്പറും എഴുതണം. അതിൻ്റെ താഴെ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന ഒരു സംഖ്യ, മാസത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ, 50, 100, 200, 500, 1000, 10,000 എഴുതിയിട്ടില്ല. അതുകൊണ്ട് ചെറിയ സംഖ്യകളാണ്. മാസത്തിൽ കൊടുക്കാൻ പറ്റുന്നവർ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് നല്ലോണം കൊടുക്കണം. ഉമ്മമാര് പ്രത്യേകിച്ച് വാങ്ങണം. ഈ നോട്ടീസ് ഇങ്ങനെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദീസ് ഇങ്ങനെ ഓർമ്മ വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ കൂടുതൽ സ്വതക്ക ചെയ്തിരുന്ന മഹദിയാണ് സയ്യിദത്തുനാ ബീബി സൈനബ് റളിയല്ലാഹു അൻഹ. ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് നബിയെ, തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദ്യം തങ്ങൾ അടുത്തേക്ക് വരിക ഭാര്യമാരിൽ ആരാണെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, അത്വലുക്കുന്ന യദൻ, നിങ്ങളെ കൂട്ടത്തിൽ കൈ നീളമുള്ള ആളാണ് എന്ന് പറഞ്ഞു. കൈ നീളമുള്ള ആരാ നോക്കുമ്പോ അവർക്ക് കൈ നീളം കൂടുതൽ തോന്നിയത് കണ്ടത് 2ാമത്തെ പത്നിയായ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൗദ റളിയല്ലാഹു അൻഹ. നല്ല നീളമുള്ള കൈയാണ്. പക്ഷേ തങ്ങൾ ഉദ്ദേശിച്ച നീളം അതല്ല, സ്വതക്കയുടെ നീളമാണ് ഉദ്ദേശിച്ചത്. അതെങ്ങനെ മനസ്സിലായി? ആദ്യം വഫാത്തായ മഹദി ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹ, ഭാര്യമാരെ കൂട്ടത്തിൽ. സൈനബ് ബീവിന്റെ സ്വതക്ക എത്രയെന്ന് അറിയും നിങ്ങൾ? റളിയല്ലാഹു അൻഹുവിന് ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഭരണകർത്താക്കൾ ഒരുപാട് സ്വത്ത് കൊണ്ടുവന്നപ്പോ, മദീനയിൽ കൊണ്ടുവന്നപ്പോ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര സമ്പത്തുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ കൊണ്ടുവന്ന ആള് പറഞ്ഞു, കുറച്ചൊന്നല്ല, ഒരുപാടുണ്ട്.
എത്ര ഉണ്ട് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു 5 ലക്ഷം ദിർഹമുണ്ട്. ഇന്നത്തേതല്ലോ, അന്നത്തെ. അത്ര ഉണ്ടോന്ന് ചോദിച്ചു. അത്രയുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ നല്ലോണം എണ്ണി നോക്കി കറക്റ്റ് ആക്കിട്ട് തന്നെയല്ലേ പറഞ്ഞത്? എണ്ണി നോക്കി കറക്റ്റ് ആക്കിയിട്ടാണ്. 5 ലക്ഷം ഉണ്ട്. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, 5 ലക്ഷം ഉണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഓരോ ആൾക്കാരുടെയും ജീവിതത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ട് ഓരോരുത്തർക്കും സമ്പത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. മുഹാജിരീങ്ങൾക്ക് ഇത്ര, അൻസാറുകൾക്ക് ഇത്ര, അവരെ കൂട്ടത്തിൽ തന്നെ വളരെ ഫക്കീറന്മാരായി കഴിയുന്നവരുണ്ട്, അവർക്ക് ഇത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് മൊത്തം 12,000 ദിർഹം അതിൽ ഉമർ റളിയല്ലാഹു അൻഹു നീക്കി വെച്ചു. ആ കൂട്ടത്തിൽ നല്ലൊരു വിഹിതം, നല്ല ഒരു കെട്ട് സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ഇത് എന്ന് വെച്ചു. ഇത് നിങ്ങൾക്കുള്ള വിഹിതാണ്, ഉമർ റളിയല്ലാഹു അൻഹു തന്നതാണെന്ന്. ഇത്രയും അധികം എനിക്കോ? ആ, നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ മറ്റവർക്കൊക്കെ, അവർക്കൊക്കെ ഇതുപോലത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, പടച്ചോനെ, ഈ സ്വത്ത് മുഴുവനും എന്തിനാണ് എനിക്ക് ഇത്രയും അധികം സ്വത്ത് എന്തിനാണ്? സഹോദരിമാരെ, സൈനബ് ബീവി റളിയല്ലാഹു അൻഹ എടുത്തു വെച്ചില്ല. സൈനബ് ബീവിന്റെ കൂടെ സഹായത്തിന് നിൽക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഇതിൽ നിന്ന് സ്വത്തെടുത്തുകൊണ്ട് നിശ്ചിത കുടുംബക്കാരെ പറഞ്ഞു കൊടുത്തു. കുറെ യതീമുകൾ താമസിക്കുന്ന വീടുകളുണ്ട്, വിധവരായ സ്ത്രീകൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും വിഹിതം കൊടുത്തേച്ച് കൊണ്ടുപോയിക്കോളൂ, എല്ലാവർക്കും കൊടുത്തു വരൂ. ആ പെൺകുട്ടി ചോദിച്ചു, ഉമ്മാ, ഇത്രയും അധികം സമ്പത്ത് അവർക്ക് കൊടുക്കണം, ഇത്രയും അധികം സ്വത്ത് കൊണ്ട് അവർക്ക് ജീവിക്കണ്ടേ? മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, പ്രാരാബ്ദങ്ങളിലല്ലേ അവർ കഴിയുന്നത്? ആവശ്യമുള്ളവർക്ക് കൊടുക്കൂ സമ്പത്ത് മുഴുവനും. എന്നിട്ട് കൊടുത്തു വന്ന ശേഷം ഇനി ആ വസ്ത്രം ഒന്ന് പൊക്കി നോക്കൂ എന്ന് പറഞ്ഞു. എത്രയുണ്ടതില്? 85 ദിർഹമുണ്ട്. ആ 85 ദിർഹമും വീണ്ടും ചെലവഴിക്കുകയാണ്. ഒരൊറ്റ ദിവസമാണ് ഇത് കൊടുക്കുന്നത്. ആയിരക്കണക്കിന് ദിർഹം കിട്ടിയിട്ട് ഒന്നും എടുത്തു വെക്കാതെ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ കൊടുത്തുകൊണ്ട് അവസാനം പറഞ്ഞു, അല്ലാഹുവേ, ഇനിയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ധർമ്മത്തിന് അത് സ്വീകരിക്കാൻ എനിക്ക് നീ വിധി കൂട്ടരുതേ അല്ലാഹ്. ദുനിയാവിന്റെ ഈ സമ്പത്തിന്റെ കെട്ടുകണക്കിന് ഇനിയും എന്റെ കയ്യിലേക്ക് വരാൻ എനിക്ക് നീ ആവത് നൽകരുത്, തൗഫീഖ് നൽകരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വിഹിതം അടുത്ത മാസം വരുമ്പോഴേക്ക് സൈനബ് ബീവി വഫാത്തായി പോയി. സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ മിസ്കീന്മാർ മുഴുവനും വന്നിട്ട് ആ വീട്ടിന്റെ മുറ്റത്ത് കരയാൻ തുടങ്ങി. അവരൊക്കെ പറഞ്ഞു, എന്ത് ഈ വീട്ടിൽ ഉമ്മാക്ക് കിട്ടിയാലും അതിലൊരു വിഹിതം ഞങ്ങൾക്കാണെന്ന് ഉറപ്പാണ്. സഹോദരിമാരെ, അത്രയും സ്വതക്ക നൽകിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആദ്യമായി പോകാൻ, പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ, ദുനിയാവ് ഏതായാലും ഒരു കണക്ക് വരെയുള്ളേ ഉള്ളൂ, ആഖിറമല്ലേ നീണ്ട ലോകം. മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും കൊതിക്കുന്ന ലോകവും അതാണ്. ആ ലോകത്തേക്കുള്ള പ്രവേശനത്തിന് എളുപ്പം കിട്ടാൻ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ അമലിൽ ഏറ്റവും തിളക്കമാർന്ന അമലായി കണ്ടത് ധാരാളം സ്വതഖയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ മുഈനിയ സ്ഥാപനത്തെ ധാരാളം സഹായിക്കണം. ഇതിന്റെ ചെലവിലേക്കും മറ്റുമൊക്കെ നല്ല കാശ് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. റസീപ്റ്റ് എല്ലാവരുടെ കയ്യിലും എത്തും. ഓരോരുത്തരും പൂരിപ്പിച്ചുകൊണ്ട് അവരാൽ കഴിയുന്നൊരു മാസപരിസംഖ്യ നമ്മുടെ ഈ സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങളുടെയും മറ്റും കാര്യത്തിലേക്ക് നല്ല സംഭാവന കൊടുത്ത് സഹകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. തുടക്കം കുറിക്കുക, ആർക്കാ കൊടുക്കുക? സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ വിളിച്ചോളൂ. ഉസ്താദിന്റെ പേര് പരിചയമുള്ള ഒരാളെ. മുസ്തഫ ഹാജി, മുസ്തഫ ഹാജി. അള്ളാഹു ബർക്കത്തേറ്റ് കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ബാക്കി എല്ലാവരുടെ കയ്യിലേക്കും തരുതാ. ബിസ്മില്ലാഹ്.
അത് നിങ്ങൾ പൂരിപ്പിച്ച് സ്ഥാനം കൊടുത്താൽ മതി. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഏറ്റുവാങ്ങണം, സഹോദരിമാരൊക്കെ ഏറ്റുവാങ്ങണം. നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ വകയായിട്ട് നിർബന്ധിക്കല്ലോ. ഒരു 50 രൂപയാണെങ്കിൽ 50 രൂപ നിങ്ങളെ കൊണ്ട് കഴിയുന്നത്. അതാണ് അതിന് ഏറ്റവും ചെറിയ സംഖ്യ. അതിലും ചെറുത് ഒരു 10 എഴുതാൻ കഴിയൂലല്ലോ. അതിലായിട്ട് ഇപ്പോൾ 2 റുപ്യൊക്കെ നിങ്ങൾ നോക്കി. 2 രൂപക്കൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ എന്തെല്ലാം കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടൂല. കുട്ടികളെ കയ്യിൽ തന്നെ 2 രൂപ കൊടുത്താൽ ഒരാളെങ്ങനെ ചോദിക്കും, 2 റുപ്യ തന്നെ 10 ഒന്നുമില്ലേന്ന് ചോദിക്കും. അപ്പൊ ഒരു 50 എന്നുള്ളത് കൊടുത്തൊരു സംഭാവനയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. കഴിവിന്റെ പരമാവധി ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന ഒരു വരിസംഖ്യ എഴുതി നമ്മുടെ ഈ സ്ഥാപനത്തെ സഹായിക്കണം, സഹകരിക്കണം. അല്ലാഹു നമ്മുടെ സ്ഥാപനത്തെ ഉത്തരോത്തരം ഉയർത്തിത്തരുമാറാകട്ടെ. മഹാന്മാരായ ആളുകൾ ഖബർ ജീവിതത്തെക്കുറിച്ച് നല്ല ചിന്തയുള്ളവരും ബോധമുള്ളവരും ഖബറിനെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് എപ്പോഴും അതിനുവേണ്ടി ജീവിതം നന്നാക്കുന്നവരുമായിരുന്നു. എൻ്റെ ഖബറിലേക്ക് എനിക്ക് ഉപകാരത്തിന് ധാരാളം നന്മകൾ വേണം എന്ന് ആലോചിച്ചുകൊണ്ട് ഒരുപാട് അമലുകൾ കൃത്യമായി ചെയ്തവരാണ് മഹാന്മാരും മഹതിമാരും. ഖബറാളുകളെ കുറിച്ച് പറയുമ്പോ സഹോദരങ്ങളെ, ഒരു വലിയ ഹദീസ് കാണാം. ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു സ്വദഖ പറയുന്നു, അതേ അവരുടെ ഉസ്താദായ മിർദാസുൽ ബക്കരി തങ്ങൾ പറഞ്ഞു, ഞാൻ ഒരു ഭൂമിയിൽ അന്താബലസ് ഭാഗത്ത്, അന്താബലസ് രാജ്യത്തിൽപ്പെട്ട ഒരു പ്രദേശത്ത് ഞാൻ 3 ഖബറുകൾ വരി വരിയായി ഒരു കുന്നിന്മേലെ 3 ഖബറുകൾ കണ്ടു. ആ 3 ഖബറിൽ ഓരോ ഖബറിന്റെ മേലും ഒരു ചെറിയ ഫലകത്തിൽ 2 വരികളായി എഴുതി വച്ചിട്ടുണ്ട്. വ്യത്യസ്ത രൂപത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചത് من هو عالم بأن إله الخلق لا بد سائل فيأخذ منه ظلمه لعباده ويجزيه بالخير الذي هو فاعل. രണ്ടാമത്തെ ഖബറിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് വകൈഫായലുദ്ദുൽ ഐഷ മൻ കാന മുഖിനാ بأن المنايا بغتة ستعاجل فتصليبه ملكا عظيما ونخوة وتسكينه البيت الذي هو آخل. മൂന്നാമത്തെ ഖബറിന്റെ മേലെ വകൈഫായലുദ്ദുൽ ഐഷ മൻ ഹുവ സായിറു ഇലാ ഹാദത്തിൻ തുബിലി ഇലാ ജാദത്തിൻ തുബിലി ശിയാബാ മനാസിലു വയുദ്ഹിബു റസ്മൽ വജ്ഹി മിൻ ബഅദി സൗതിഹി സരിഅൻ വയുബിലി ജിസ്മഹു വ മഫാസിലാ. സുബ്ഹാനല്ലാഹ്. 3 ഖബറിന്റെ മേലെ ഈ 2 വരികളിലായി 2 പദ്യങ്ങൾ എഴുതി വെച്ചത് ഞാൻ കണ്ടപ്പോ ഈ 3 ഖബറുകളെ കുറിച്ചറിയാൻ എനിക്ക് വലിയ താല്പര്യമായി. ബഹുമാനപ്പെട്ട മിർദാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 3 ഖബറുകളെ പറ്റി അറിയാൻ ഞാൻ ആ നാട്ടിലേക്ക് ഇറങ്ങി ചെന്നു. ആ നാട്ടിലെത്തിയപ്പോ പ്രായമുള്ള ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ നാട്ടിൽ ഈ ഗ്രാമത്തിൽ ഞാനൊരു വലിയ അത്ഭുതം കണ്ടു. എന്താണ് അത്ഭുതം? 3 ഖബറുകൾ വരി വരിയായി നിർമ്മിക്കപ്പെട്ട് കണ്ടല്ലോ ഞാൻ. സാധാരണ രൂപത്തിൽ കെട്ടിവെച്ച ഖബറുകളാണ്, ഉയർത്തപ്പെട്ട മഖബറുകളൊന്നുമല്ല. പക്ഷെ ആ 3 ഖബറിന്റെ മേലെയും ഓരോ ഖബറിന്റെ മുകളിലും ഈ 2 വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ വരികൾ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. എന്താണ് അവരുടെ അവസ്ഥ, അവരുടെ ജീവിതം എന്താണ്, ഒന്ന് പറഞ്ഞു തരുമോ? ആ വയോവൃദ്ധൻ എന്നോട് പറഞ്ഞു, 3 സഹോദരങ്ങളാണ്, ഒരു ബാപ്പയുടെ 3 മക്കളാണ്.
ഒരാൾ ജീവിച്ചിരുന്നത് നാട്ടിലെ ഭരണാധികാരിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അമീറായിട്ടായിരുന്നു. അദ്ദേഹം ഓരോ നഗരങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ജനങ്ങളെ പല കാര്യത്തിനും ചുമതലപ്പെടുത്താൻ നിശ്ചയിക്കപ്പെട്ട വലിയൊരു നേതാവാണ്. സൈന്യങ്ങൾ അയക്കുന്നത് ഈ മനുഷ്യനാണ്. നഗരങ്ങളിൽ രാജാവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ആളവിടുന്നതും ഇദ്ദേഹമാണ്. രണ്ടാമത്തെ സഹോദരനോ താജിറുൻ മൂസിറുൻ, സമ്പന്നനായ ഒരു കച്ചവടക്കാരനാണ്. മൂന്നാമത്തെ ആളോ സാഹിദുൻ ഖത്തഖല്ലാലി നഫ്സിഹി, 5 കാശും കയ്യിലില്ലാതെ ഇബാദത്തിൽ മാത്രം മുഴുകി ജീവിച്ചൊരു സാഹിദാണ്. കണ്ടാൽ തന്നെ ദുനിയാവിനോടൊരു ബന്ധമില്ലാന്ന് തോന്നും. ആ രീതിയിൽ മിക്ക സമയങ്ങളിലും ഇബാദത്തിന് വേണ്ടി ഒറ്റക്കിരുന്നു കൊണ്ട് ജീവിതം നീക്കുന്നൊരു മനുഷ്യനായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ 3 സഹോദരന്മാരിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന മൂന്നാമത്തെ ആളെ പറ്റി പറഞ്ഞില്ലേ? ആ ആബിദായ മനുഷ്യന് മരണം ആസന്നമായി. മരിക്കാൻ അദ്ദേഹം തുടങ്ങി. മരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് വന്നപ്പോ 2 സഹോദരന്മാരും സഹോദരന്റെ അടുത്ത് വന്ന് ഒരുമിച്ച് കൂടി. എന്നിട്ട് ചോദിച്ചു, അതല്ല, നിങ്ങൾ മരിക്കാൻ പോവുകയാണോ? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് മരണം ഹാജരായിട്ടുണ്ടല്ലോ. ഞങ്ങൾ രാജാക്കന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാണ് ഒരാള് നല്ല കച്ചവടം ചെയ്യുന്ന ആളല്ലേ? അതെ, നിങ്ങൾക്ക് മരണം വന്നിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വസിയ്യത്ത് ചെയ്യാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാനെന്ത് വസിയ്യത്ത് ചെയ്യാനാണ്? എനിക്ക് സമ്പത്തൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും വസിയ്യത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് സ്വത്തായിട്ട് വല്ലതും വേണ്ടേ? എനിക്കൊരു സ്വത്തും ഇല്ല, ഒരാളോടും എനിക്ക് കടവും ഇല്ല. കടമുണ്ടെങ്കിൽ പിന്നെ ആ കടം വീട്ടാൻ വസിയ്യത്ത് ചെയ്യും. കടവുമില്ല. പിന്നെ ദുനിയാവെന്ന് ഞാൻ എന്തെങ്കിലും ബാക്കി വെച്ചെങ്കിലല്ലേ അതാരെങ്കിലൊക്കെ എടുത്തോളൂ എന്ന് പറയാൻ ഒന്നുമില്ലല്ലോ. എനിക്കായിട്ട് ഒരു സെന്റ് ഭൂമി പോലും ഇല്ല. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ എങ്ങനെ ജീവിച്ചു? ഇബാദത്തിലായി കഴിഞ്ഞു, പോകാൻ നേരായി, ഞാൻ പോകാണ്. കടോ എനിക്കാർക്കും കടല്ലാതെ മരിക്കാൻ കിടക്കുന്ന ആൾ പറയാൻ തന്നാ വലിയൊരു പറച്ചിൽ തന്നെയാണത്. അള്ളാഹു ബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ബാധ്യതകൾ ഇനി എങ്ങനെങ്കിലും ബാക്കി വന്നാൽ അത് വീട്ടാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ടായാൽ മതി. വീട്ടണമെന്നേ ഉള്ളൂ. ഒരു ബാധ്യത ഇല്ലാതെ എല്ലാവരും മരിച്ചു പോകും എന്നില്ല. അത് വീട്ടണം, വീട്ടപ്പെടണം. മരണാനന്തരവും ബാധ്യത വീട്ടിയ ആളുകളുണ്ടല്ലോ, അങ്ങനെയുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കാർക്കും കടമില്ല, ഞാൻ ദുനിയാവൊന്നും ബാക്കി വെച്ചിട്ടില്ല, പിന്നെന്ത് പറയാനാണ്? അപ്പൊ രാജാവിന്റെ അടുത്ത് ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരൻ പറഞ്ഞു, സുഹൃത്തെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്കതിനൊക്കെ രാജാവ് എന്റെ മുന്നിലുള്ളത് കൊണ്ട് എനിക്കെന്തും ചെയ്യിപ്പിക്കാനും മറ്റുമൊക്കെ കഴിയും. അങ്ങനെ രാജാവിനോട് സാവസിച്ചുകൊണ്ട് ഭരണം നടത്താനും മറ്റുമൊക്കെ നിയന്ത്രണം നടത്താനൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ആളല്ലേ ഒരു സഹോദരൻ. അതുകൊണ്ട് എന്തും പറഞ്ഞോളൂ. എനിക്ക് സ്വത്തുകൊണ്ട് വേണമെങ്കിൽ സ്വത്തിൽ ഞാൻ എന്തും ചെയ്യാം. ഒന്നും വസിയ്യത്ത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നും നിന്നോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പിന്നെ കച്ചവടക്കാരനായ സഹോദരൻ വന്നിട്ട് പറഞ്ഞു, സുഹൃത്തെ, എന്റെ കച്ചവടവും സമ്പാദ്യവും നിനക്കറിയില്ലേ? എന്തെങ്കിലുമൊക്കെ നന്മകൾ നിന്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ചെലവഴിച്ചാലേ അതിന്റെ പ്രതിഫലം കിട്ടൂ എങ്കിൽ എന്റെ സമ്പത്തിതാ ധാരാളം ഉണ്ട്, എന്തും പറയാം, ഞാൻ അത് സ്വീകരിക്കാം. അപ്പോഴും ആബിദായ സഹോദരൻ പറഞ്ഞു, ലാ ഹാജത ലീ ഫീ മാലിക്കുമാ, നിങ്ങളെ രണ്ടുപേരുടെയും സ്വത്ത് എനിക്ക് ആവശ്യമില്ല. പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു വാഗ്ദത്തം നിങ്ങളോട് എനിക്ക് നിർവഹിക്കാനുണ്ട്. ആ കരാറ് നിങ്ങൾ പാലിക്കണം. നിങ്ങൾ രണ്ടുപേരും അത് ലംഘിക്കരുത്. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. ഞാൻ മരിച്ചു കഴിഞ്ഞ് എന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കുളിപ്പിക്കണം, എന്നെ കഫൻ
കഫൻ ചെയ്യണം, എന്നെ നിങ്ങൾ മറവ് ചെയ്യണം. ഭൂമിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ജനങ്ങൾക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ എന്നെ മറവ് ചെയ്യണം. അതേ, എന്റെ ഖബറിന്റെ മേലെ 2 വരി നിങ്ങൾ എഴുതി വെക്കണം. വകൈഫായലുൽ ഐഷ മൻ ഹുവ അലിമു ബിഅന്ന ഇലാഹുൽ ഖൽഖി ലാ ബുദ്ദ സായിലൂ. ഭൂമിയിൽ എങ്ങനെ സുഖിച്ച് ജീവിക്കാനാണ് അള്ളാഹു ചോദിക്കാനുണ്ട് എന്ന് അറിയുന്നൊരു മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ സുഖത്തോടെ കഴിയാനാണ്. ഫയഖൂദു മിൻഹു ളുൽമഹു ലിഇബാദിഹി വയുജ്സിഹി ബിൽ ഖൈരില്ലദീ ഹുവ ഫാഇലു. ചോദിക്കുക മാത്രമല്ല, ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ അവകാശം ബാക്കിയുണ്ടോ അത് റബ്ബ് തആല പിടിച്ചെടുക്കാതെ ഒരാളെയും അല്ലാഹ് വിടൂല. ആരോടെങ്കിലും അന്യായമായി വല്ലതും ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രതികാരവും അല്ലാഹു തിരിച്ചെടുക്കും. നന്മ വല്ലതും ചെയ്തിട്ടുണ്ടോ നന്മക്ക് അല്ലാഹു തആല പ്രത്യുപകാരമായി വലിയ പ്രതിഫലം അല്ലാഹു നൽകും. ഈ 2 വരികൾ എന്റെ ഖബറിന്റെ ഭാഗത്ത് എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങൾ 3 ദിവസം മുടങ്ങാതെ എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് സിയാറത്ത് ചെയ്യണേ. ഈ ഒരൊറ്റ വിഷയമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. വേറെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ 3 ദിവസം എന്റെ ഖബറിന്റെ സമീപത്ത് വരുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ കിട്ടുന്നത് കണ്ട് നിങ്ങൾ പഠിക്കണം, ബോധവാന്മാരാകണം, നല്ല നിലക്ക് നിങ്ങൾ ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, ആ സഹോദരൻ പറഞ്ഞതുപോലെ അവരതാ കുളിപ്പിച്ച് ഖബറടക്കിയിട്ട് ഖബറിന്റെ മേലെ 2 വരിയും എഴുതി വെച്ചു. പിന്നെ കൂട്ടത്തിൽ ഒരു സഹോദരൻ സൈന്യങ്ങളുമായിട്ട് ഖബറിന്റെ സമീപത്ത് ചെല്ലും. രാജാവിന്റെ കൂടെ സഹവസിച്ച് ജീവിക്കുന്ന സഹോദരൻ രാജാവിന്റെ അടുക്കൽ നിന്ന് കുറച്ച് സൈന്യങ്ങളെയും കൂട്ടി വാഹനത്തിലായിട്ട് ഖബറാളിയുടെ അടുത്ത് ചെല്ലും. സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് നല്ല നിലക്ക് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോരും. സംഭാവന കൊടുക്കണം. അത് പിന്നെ വാതില് പറഞ്ഞൊരു കാര്യമാണ്. മറ്റേത് പരിസംഖ്യ വേറെയാണ്, സംഭാവന ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അങ്ങനെ സൈന്യങ്ങളെ കൂട്ടി ഖബറിന്റെ അടുത്ത് വന്ന് അവിടെ ഇറങ്ങി ഓതാൻ കഴിയുന്നതൊക്കെ ഓതിയിട്ട് സ്വന്തം സഹോദരന്റെ ജീവിതം ആലോചിച്ച് കരയും. 3-ാമത്തെ ദിവസം അങ്ങനെ വന്ന് സൈന്യങ്ങളോടൊപ്പം വന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി സിയാറത്ത് കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. പിരിഞ്ഞു പോകാൻ നേരത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. 3 ദിവസം നിങ്ങൾ വരണം, പഠിക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ? 3-ാമത്തെ ദിവസം ഖബറിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം കേട്ടു. മനസ്സ് വെപ്രാളപ്പെടുന്ന രീതിയിലുള്ളൊരു ശബ്ദമാണ്. സുബ്ഹാനല്ലാഹ്, പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. രാത്രിയായപ്പോൾ അവര് 3 ദിവസം മുമ്പ് മറവ് ചെയ്ത സഹോദരനാണ്. ഈ രാജാവിന്റെ അടുക്കൽ സഹവസിക്കുന്ന സഹോദരൻ സ്വപ്നത്തിൽ സഹോദരനെ കാണുന്നു. ചോദിച്ചു, സഹോദരാ, മല്ലദീ സമീഅതു മിൻ ഖബരിക, നിന്റെ ഖബറിൽ നിന്ന് എന്താണ് ഞാൻ കേട്ടത്? അതെ, ഒരു വലിയ ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഒരു ശബ്ദം എന്റെ ഖബറിൽ നിന്ന് നിങ്ങൾ കേട്ടോ? കേട്ടു. അതെനിക്ക് നേരെ വന്നൊരു അടിയുടെ ശബ്ദമാണ്. സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ ശിക്ഷയുണ്ട്. എല്ലാ ഖബറാളിയുടെ ഉള്ളിൽ നടക്കുന്ന ചോദ്യവും ഉത്തരവും ശിക്ഷയും. എന്തേ ഉസ്താദേ നമ്മൾ കേൾക്കാത്തത് എന്നാരും ചിന്തിക്കണ്ട. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൗലാ അല്ലാ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി ശൈആ. നിങ്ങൾ ആരും മറവ് ചെയ്യൂലായിരുന്നെങ്കിൽ, ആരും മറവ് ചെയ്യാതെ ഭൂമിന്റെ പുറത്തങ്ങനെ വെക്കാന്നാണോ? നാം ഖബർ ശിക്ഷയെന്ന് കുറച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹിനോട് ദ്വാരക്കുമായിരുന്നു.
അത് വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാം. അവിടെ എത്തുമ്പോൾ അതിന്റെ കാര്യം ശരിക്കും അനുഭവിക്കാൻ പറ്റും. ആ തരത്തിൽ വിശ്വസിക്കണം. ഇല്ലെന്ന് പറയരുത്. ഖബർ ശിക്ഷ വിശ്വസിക്കാനുള്ള ശരിക്കുള്ള വിശ്വാസമുള്ള ആൾക്കേ അത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഖുർആന് ഖബർ ശിക്ഷയെ പറ്റി പറയുന്നത് കാര്യമായിട്ട് എപ്പോഴും ശിക്ഷ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഖബറിന്റെ ശിക്ഷ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ഫിർഔൻ. അയാൾ കിടക്കുന്നത് നിങ്ങൾ പോയി നോക്കൂ. ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഒരു പ്രത്യേക റൂമിൽ, റോയൽ മമ്മി ഹാൾ എന്ന് പറയുന്ന ഹാളിലാണ്. അവിടെ മ്യൂസിയത്തിന്റെ ഉള്ളിൽ ആകെ AC ആ റൂമിലേ ഉള്ളൂ, വേറെ ഒരു റൂമിലും ഇല്ല. ഈ ഫുലാനെ കിടത്തിയിരിക്കുന്ന റൂമിൽ മാത്രമേ എയർ കണ്ടീഷൻ ഉള്ളൂ. പക്ഷെ അവനും ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിയോ? എങ്കിലേ മുഅ്മിനാകുള്ളൂ. അവന്റെ നരച്ച മുടിയും ചെറിയ നഖങ്ങളും ചെറിയ പല്ലൊക്കെ കാണാൻ പറ്റും. ആകെ കുറച്ച് നീളേ ഉള്ളൂ. ഈ സദസ്സിന്റെ അത്ര നീണ്ട ആളാന്ന് കരുതണ്ട, ചെറിയൊരു മനുഷ്യനാ. ഒരു 4.5 മുഴയുള്ള ഒരു മനുഷ്യനായി ഫിറൗൻ എന്ന് പറഞ്ഞു. അല്ലാതെ 10-25 മുഴ നീളമൊന്നുമില്ല, ചെറിയൊരാളാ. അതൊക്കെ ഓപ്പണായി കാണാൻ പറ്റും. അയാളെ മുടിയും അയാളെ പല്ലുതൊക്കെ ഒന്നും ആയിട്ടില്ല. അത് കറാമത്തൊന്നും അല്ല. മനുഷ്യനെ കൊന്നു തിന്നുന്ന, ചെറിയ കുട്ടികളുടെ രക്തം കുടിക്കാൻ ദാഹിക്കുന്ന ഈ കാലഘട്ടത്തിലും പ്രവർത്തിക്കുന്ന നരഭോജികൾക്ക് അല്ലാഹു വെച്ചൊരു ദൃഷ്ടാന്തമാണത്. 10,000-കണക്കിന് കുട്ടികളെ വേട്ടയാടിയിട്ട് കൊന്നു തിന്നുന്ന മനുഷ്യന്മാർ ഇന്നില്ലേ ഫലസ്തീനിലും പരിസരങ്ങളിലും? അവർക്ക് അല്ലാഹു തആല അധികാരത്തിന്റെ ഗർവ് കൊണ്ട് ഒരൊറ്റ ദിവസം 10,000 മക്കളെ കൊന്ന മനുഷ്യനാണ് ഫിർഔൻ. അവന്റെ ശരീരം അല്ലാഹു തആല പുറത്തു വെച്ചിട്ട് അവർക്കൊക്കെ ഒരു പാഠമായിട്ടാണ്. നിന്നെപ്പോലെ അധികാരത്തിൽ വന്നുകൊണ്ട് ക്രൂരത കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമി ലോകത്ത് വരാനുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമായിട്ട്, ഒരു പഠനമായിട്ട് നിന്റെ ബോഡി നാം സൂക്ഷിച്ചു വെക്കും. നിനക്കുള്ള ഒരു ബഹുമാനായിട്ടല്ല. നിന്റെ ബോഡിക്ക് ശിക്ഷ ഉണ്ടോ? ശിക്ഷ ഉണ്ട്. അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയ്യാ. 24 മണിക്കൂറും നരകശിക്ഷ നൽകപ്പെടുന്നു ഫിർഔൻ കുടുംബത്തിന്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ വയൗമ തഖൂമുസ്സാഅ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ ഫിർഔൻ കുടുംബത്തോട് പറയപ്പെടും, ഇതുവരെ അനുഭവിച്ച ശിക്ഷയെക്കാളും സഹിക്കാൻ കഴിയാത്ത അസഹ്യമായ കഠിന കഠോരമായ ശിക്ഷയിലേക്ക് അങ്ങ് കടന്നോളൂ, നരകശിക്ഷ ആസ്വദിച്ചോളൂ. ശിക്ഷ ഇല്ല എന്ന് പറയാൻ പറ്റൂല, അവനുണ്ട് ശിക്ഷ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് അവനെ കാണാൻ കയറാൻ. പക്ഷെ അവനും ശിക്ഷ ഉണ്ട്. ഭൂമിന്റെ പുറത്തൊരാളെ വെച്ചുകൊണ്ട് ശിക്ഷിക്കാൻ അല്ലാഹുക്ക് കഴിവില്ല എന്ന് കരുതരുത്. ശിക്ഷിക്കാൻ കഴിവുണ്ട്. അല്ലാഹു തആലക്ക് എങ്ങനെയും ശിക്ഷിക്കാൻ കഴിവുണ്ട്. അല്ലാഹു അതിനൊക്കെ കഴിവുള്ളവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പക്ഷെ ഖബറാളിനെ നമ്മളൊന്നും ഖബറിന്റെ അടുത്തേക്ക് പോയിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് ആർക്കും ആശങ്ക തോന്നരുത്. കേട്ടാൽ ആ കേട്ടതോടുകൂടി കഴിഞ്ഞു. ഒരുപാട് ഖൈർ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും കേൾപ്പിക്കാത്തത്. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ തന്നെ ശബ്ദങ്ങളില്ലേ? ആ ശബ്ദം കേൾക്കാൻ കഴിയോ? മയ്യിത്ത് രണ്ടാലൊന്ന് പറയുമെന്നല്ലേ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഫൈൻ തകു സ്വാലിഹത്തൻ, നല്ല ജനാസയാണെങ്കിൽ പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, വേഗം വേഗം, ദുനിയാവ് മടുത്തു, കുറെ കാലായി പോകാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് അല്ലാഹു അവസരം തന്നത്, വേഗം കൊണ്ടുപോയി. എന്തിനാ നിങ്ങൾ ഇങ്ങനെ കാത്തുവെക്കുന്നത്? വേഗം കൊണ്ടുപോകണം. അല്ലെങ്കിലും കുറെ നേരം കാത്തുവെക്കുന്നത് ശരിയല്ല. പക്ഷെ ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ രാത്രി മഹാനവർകൾ വഫാത്തായി സുബഹിന്റെ മുമ്പ് തന്നെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ രാത്രി വഫാത്തായി കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഓതാൻ വന്ന ആൾക്കാർ ഓതിയിട്ട് മുസാഫ് അവരൊക്കെ മയ്യത്തിന്റെ മേലെ കൂടെ വീഴാണ്. ഇപ്പൊ സൗകര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ച കാലല്ലേ. ഏത് കുഴിന്റെ അടിയിലേക്കും എത്ര തായോട്ടും കാണാൻ പറ്റുന്ന ലൈറ്റൊക്കെ ഉള്ള സംവിധാനമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് മറവയ്യലാണ് നല്ലത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എത്ര ആള് വരാണ്ട്, കാത്തുവെച്ചിട്ടൊന്നുമില്ല. മഹാനവർകൾ ഒരു ചൊവ്വാഴ്ച രാത്രി, ചൊവ്വാഴ്ച മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം വഫാത്തായി. സുബ്ഹിന്റെ മുമ്പ് തന്നെ മറമാടപ്പെട്ടു. ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയും.
ദുനിയാവോ ദുനിയാവ് എന്ന് പറഞ്ഞ് ജീവിച്ച, മോശപ്പെട്ട നിലക്ക് ജീവിച്ച, നല്ല നിലക്ക് മരിക്കാത്ത, മോശപ്പെട്ട രീതിയിൽ മരിച്ച മനുഷ്യനാണെങ്കിൽ അവൻ പറയും, യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാ കൊണ്ടുപോകുന്നത്? കൊണ്ടുപോകാനായിട്ടില്ല, ഇവിടെ തന്നെ വെക്കി. ഈ ലോകത്തെക്കാളും നല്ലൊരു ലോകം ഇനി എനിക്ക് കിട്ടാനില്ല. പോകുന്ന ലോകം അതിനേക്കാളും കഷ്ടപ്പാടാണ്. ഈ സൗണ്ട് മനുഷ്യനെങ്ങാനും കേട്ടാൽ സ്വൈഖ, അതോടുകൂടെ മനുഷ്യൻ തീർന്നു, മരിച്ചുപോയി. പിന്നെ ആരാ ജനാസ കൊണ്ടുപോകാനും ഈ മരിച്ചവരെ കുളിപ്പിക്കാനൊക്കെ പിന്നെ ആരാ ഉണ്ടാകുക? എല്ലാവരും ഇത് കേട്ടാൽ എല്ലാവരും മരിക്കൂല. എങ്ങനെ? പിന്നെ ഇവിടെ ആൾക്കാർ വേണ്ടേ? സൗകര്യത്തിന് വേണ്ടി നമ്മുടെ കർണപുടങ്ങൾ അല്ലാഹു തആല മറച്ചു വെച്ചതാ. പലതും നമ്മൾ കാണാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചില ശബ്ദങ്ങളും ചില വിഷയങ്ങളൊക്കെ സ്വഹാബത്തിനോട് നേരിട്ട് പറയുമ്പോഴല്ലേ അവർക്ക് ബോധ്യപ്പെടാറുള്ളത്. അവർ തന്നെ കാണാത്ത എത്ര വിഷയങ്ങളുണ്ട്. മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ തങ്ങളിങ്ങനെ നടക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ കാണിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല നബി, എന്താണ് പ്രയാസം? ഈ സ്വഹാബിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ ഇറങ്ങിയ മലക്കുകളുടെ ആധിക്യം എനിക്ക് നടക്കാൻ വലിയ പ്രയാസം വരുത്തുന്നുണ്ട്. അത്രായിരം മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. വാനലോകത്തുള്ള മലക്കുകൾക്കൊക്കെ പരിചയമുള്ള ആളാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ പലതും അല്ലാഹു മറച്ചു വെച്ച കൂട്ടത്തിൽ ഒന്നാണ് ഖബറിൽ അദാബ്. എന്താണ് ആ അടിയുടെ കാരണം? എന്താണ്? സഹോദരൻ ചോദിക്കുന്നു, ഒന്നുമല്ല സുഹൃത്തേ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് എന്നോടൊരു ചോദ്യം. റഅയ്ത മദ്ലൂമൻ ഫലം തൻസുർഹു, ഒരു മർദ്ദിതനായ വ്യക്തിയെ നീ കണ്ടിട്ട് അവനെ നീ സഹായിച്ചില്ലല്ലോ. ആബിദായ മനുഷ്യനോടൊരു ചോദ്യമാണ്. ആക്രമിക്കപ്പെടുന്ന ഒരാളെ കണ്ടിട്ട് നീ അവനെ സഹായിച്ചില്ലല്ലോ. ആ മർദ്ദിക്കപ്പെടുന്ന ആളെ ളാലിമിൽ നിന്ന് നീ പിടിച്ചു മാറ്റണ്ടേ, അയാളെ സഹായിച്ചു കൊടുക്കണ്ടേ, എന്തുകൊണ്ട് നീ സഹായിച്ചില്ല? ആ ചോദ്യത്തിന്റെ പുറമേ വന്ന ആ ശബ്ദമാണ് നീ കേട്ടത്. സുബ്ഹാനല്ലാഹ്. അമീറിന്റെ അടുത്ത് പോയി, ഭരണാധികാരിയുടെ അടുത്ത് പോയി, എന്നും നല്ല ജീവിതം നയിക്കുന്ന, സുഖിച്ച് ജീവിക്കുന്ന സഹോദരൻ പിറ്റേന്ന് രാത്രി, പിറ്റേന്ന് പകല് മുതൽ ടെൻഷനായി പോയി. അദ്ദേഹം കച്ചവടക്കാരനായ സഹോദരനെയും പ്രത്യേകക്കാരായ ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ സഹോദരൻ എന്നോട് വസിയത്ത് ചെയ്തത് ഞാൻ കണ്ടുപോയി, അതുകൊണ്ട് ഞാൻ ഇനി ഭരണരംഗത്തേക്കില്ല. രാജാവിനോട് പറഞ്ഞേക്കണം, ഞാൻ ഇനി കൊട്ടാരത്തിലേക്ക് വരുന്നില്ല. ഇന്നലെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേട്ട ശബ്ദവും സഹോദരൻ അതിന് പറഞ്ഞ കാരണവും രണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്കും പോകാനുള്ള ഖബറിൽ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്നു. രാജ്യം ഭരിക്കുന്ന അബ്ദുൽ മലിക് ബിൻ മർവാൻ ഈ വിഷയത്തിൽ അദ്ദേഹം കത്തെഴുതി, ഇനി എന്നെ ഭരണത്തിന്റെ കാര്യത്തിൽ വിളിക്കരുത്, എനിക്ക് യാത്ര ചെയ്യാൻ, ആഖിറത്തിലേക്ക് പോകാനുള്ള സന്ദേശവും നിർദ്ദേശവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. രാജാവ് പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്കൂ, അദ്ദേഹം സ്വതന്ത്രമായി ജീവിക്കട്ടെ. പിന്നീട് ഭരണാധികാരിയുടെ സമീപത്ത് ജീവിച്ചിരുന്ന സഹോദരൻ, അദ്ദേഹം അതാ മലകളുടെ മുകളിലും കുന്നിന്റെ മുകളിലുമൊക്കെ പോയി ഇബാദത്തിലായി പലപ്പോഴും കുറെ നേരം ചെലവഴിക്കും. ജനങ്ങളുമായുള്ള ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ നിർത്തി. കുടുംബക്കാർക്ക് ജീവിക്കാനുള്ള സ്വത്തൊക്കെ അവരെ കയ്യിലുണ്ട്. അവർ യഥേഷ്ടം ജീവിക്കാനുള്ള ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകി. അവരെ അനാഥരാക്കിയിട്ടില്ല. അതിനുള്ള വകുപ്പുകളൊക്കെ കൊടുത്ത ശേഷം മരിക്കുന്ന സമയം വരെ ഒരു മലയുടെ മുകളിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചാളുകളുണ്ട്. അവരാടുകളെയും ഒട്ടകങ്ങളെയും മേക്കും. എപ്പോഴെങ്കിലും പാല് വേണമെന്ന് പറയുമ്പോ പാല് കൊണ്ടുപോയി കൊടുക്കും. നിസ്കാരവും അവിടെയാണ്, വിശ്രമവും അവിടെയാണ്. മരിക്കാൻ സമയമായപ്പോ കച്ചവടക്കാരനായ സഹോദരൻ വന്നു, ചോദിച്ചു, വല്ലതും വസിയത്ത് ചെയ്യാനുണ്ടോ? വസിയത്ത് ചെയ്യാൻ എന്റെ പക്കൽ ഇപ്പൊ സ്വത്തൊന്നുമില്ല. എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ കുടുംബത്തിന് കൊടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും ജീവിക്കാനുള്ള വകുപ്പ് ഞാൻ കൊടുത്തു. എന്റേതെന്ന് പറയാൻ സ്വന്തത്തിൽ എനിക്കൊരു സ്വത്തുമില്ല. പക്ഷേ നിന്നോടും എനിക്കൊരു കരാറ് പറയാനുണ്ട്. ഇനി നീ ഒരു സഹോദരൻ മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത്. ഞാൻ മരിച്ചാൽ
എന്റെ സഹോദരന്റെ ചാരത്തന്നെ ഖബറടക്കണം, എന്റെ ഖബറിന്റെ മേലെ എഴുതി വെക്കണം വകൈഫ യലുദ്ദുൽ ഐഷ മൻ കാന മുഖിനാ ബിഅന്നൽ മനായാ ബഗ്തതൻ സാതു ആജിലു ഫതുസ്ലിബുഹു മുൽക്കൻ അലീമൻ വനഖ്വതൻ വതുസ്കീനുൽ ഖബ്റല്ലദീ ഹുവ ആഖിലു. എങ്ങനെ ആനന്ദത്തോടെ ജീവിക്കാനാണ്? മൻകാന മുഖിനൻ, ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള്, ബിഅന്നൽ മനായാ ബഗ്തതൻ സതുആജിലു, മരണം പെടുന്നനെ വന്നിട്ട് അവനെ പിടിച്ചു കൊണ്ടുപോകും. എപ്പോഴാണ് മരണം വരിക എന്ന് അറിയില്ലല്ലോ. നിശ്ചിത ഡേറ്റായി നമുക്കാർക്കും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. വലിയ ഭരണാധികാരിയാണോ, അവന്റെ അധികാരം മരണം പിടിച്ചു നീക്കും, അവന്റെ സ്ഥാനമാനങ്ങളൊക്കെ പീതറിയും. എന്നിട്ട് അവന് കടക്കാൻ യോഗ്യതയുള്ള ഖബറിൽ അവനെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. ഈ 2 വരികളിൽ എഴുതി വെക്കണം, 3 ദിവസം എന്റെ ഖബറിലേക്ക് നിങ്ങൾ വന്ന് സിയാറത്ത് ചെയ്യണം. എന്തെങ്കിലൊക്കെ പഠിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് പറയാതെ രണ്ടാമത്തെ സഹോദരൻ പറയുന്നത് ലഅല്ലല്ലാഹ അസ്സ വജല്ല അയ്യർഹമനി. നിങ്ങൾ 3 ദിവസം വന്ന് സിയാറത്ത് ചെയ്യുമ്പോ അള്ളാഹ് എന്നോട് കരുണ കാണിച്ചേക്കും, എനിക്ക് അള്ളാഹു റഹ്മത്ത് തരും, എന്റെ ദോഷങ്ങളൊക്കെ പുറത്ത് അള്ളാഹ് എന്നെ സ്വീകരിക്കുമല്ലോ. അതുകൊണ്ട് 3 ദിവസം വരണേ. അദ്ദേഹം മരണപ്പെട്ടു. അതുപോലെ സഹോദരൻ ചെയ്തു. 3-ാമത്തെ ദിവസം ഖബർ സിയാറത്തിന് പോയി. തിരിച്ചു വരുമ്പോ അന്ന് കുറെ നേരം ദുആ ചെയ്ത് കരഞ്ഞിട്ടുണ്ട്. പിരിഞ്ഞു പോരാ നേരത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. ബുദ്ധിയെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിൽ വിറവിറപ്പിക്കുന്നൊരു ശബ്ദമാണ്. എന്താണ് ആ ശബ്ദത്തിന്റെ പിന്നിലെന്നറിഞ്ഞില്ല. രാത്രിയായപ്പോ സഹോദരൻ സ്വപ്നത്തിൽ വന്നു. ചോദിച്ചു, സുഹൃത്തേ, ഞാൻ ഖബറിന്റെ അടുത്ത് വന്നല്ലോ, നിങ്ങളെ ഖബറിന്റെ അടുത്ത് വന്നല്ലോ. എന്നിട്ട് ആ ഖബറിന്റെ അടുത്ത് വന്നപ്പോ ഒരു ശബ്ദം ഞാൻ അവിടുന്ന് കേട്ടല്ലോ. ആ സമയത്ത് അദ്ദേഹം പറയുന്നു, ഖബറിന്റെ അടുത്ത് വന്ന് നിങ്ങൾ കേട്ട സത്യശേഷ ശബ്ദം എന്റെ ഖബറിൽ നിന്നല്ല, അത് തൊട്ടപ്പുറത്തെ ഖബറിൽ നിന്ന് തന്നെയാണ്. അഥവാ നിങ്ങൾ ആദ്യം മറവ് ചെയ്ത് എന്റെ സഹോദരനില്ലേ, എന്റെ സഹോദരൻ നിങ്ങളുടെയും സഹോദരൻ, ആ സഹോദരന്റെ ഖബറിൽ നിന്ന് തന്നെയാണ് ശബ്ദം കേട്ടത്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ബിഖൈരിൻ, എന്റെ അവസ്ഥ നല്ല രൂപത്തിലാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഞാൻ തൗബ ചെയ്തപ്പോ എന്റെ വൈകല്യങ്ങളൊക്കെ അല്ലാഹ് പുറത്തു തന്നു. മാ അജ്മഅത് തൗബത ലികുല്ലി ഖൈർ, എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടിത്തരുന്നൊരു സംഗതിയാണ് തൗബ. അത് മരണത്തിന്റെ മുമ്പേ ഞാൻ ചെയ്തപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് വലിയ സന്തോഷം തന്നു. അപ്പോ സ്വന്തം സഹോദരന്റെ ഖബറിൽ നിന്നാണ് അത് കേട്ടു എന്ന് പറഞ്ഞപ്പോ ആ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സഹോദരന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോ രണ്ടാമതായി മറവ് ചെയ്യപ്പെട്ട ഭരണാധികാരിയുടെ അടുത്ത് പോയി താമസിച്ചിരുന്ന സഹോദരൻ പറഞ്ഞു, നല്ല അവസ്ഥയിലാണ്. മഅൽ അഇമ്മത്തിൽ അബ്റാർ, നമ്മുടെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിരുന്ന സഹോദരൻ വലിയ വലിയ മഹാന്മാരോടൊപ്പമാണ്. ഇടക്കിടക്ക് ഓരോ ചോദ്യം വരുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശബ്ദാണ് പുറത്തേക്ക് നീ ആ കേൾക്കുന്നത്. ചിലപ്പോഴൊക്കെ ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാൻ കുറെ നേരം താമസിക്കുമ്പോ അവർ ചോദിക്കുന്നതിന്റെ ആ ഗൗരവം കൊണ്ട് കാണിക്കുന്ന ഒരു ശബ്ദം സഹോദരനിൽ നിന്ന് പുറത്തേക്ക് വരും. ചിലപ്പോ അത് തോന്നും ഒരു ശിക്ഷയാണ്, ഇത് തോന്നും. അല്ല, അത് ശിക്ഷയൊന്നുമല്ല. ഉത്തരം പറയാൻ മടിക്കുന്ന സമയത്ത് വെപ്രാളപ്പെട്ട സ്വന്തത്തിൽ നിന്ന് വരുന്നൊരു ശബ്ദമാണ്. കച്ചവടക്കാരനായ സഹോദരൻ ഈ 2 അവസ്ഥകളും ഒരുമിച്ച് അറിഞ്ഞപ്പോ അദ്ദേഹം കച്ചവടം ഉപേക്ഷിച്ചു. സമ്പത്ത് മക്കളെ ഏൽപ്പിച്ചു, മക്കൾക്കൊക്കെ വിഹിതം കൊടുത്തു. അദ്ദേഹം ആരാധനയിലായി മുന്നേറി.
അദ്ദേഹത്തിനൊരു മകൻ, നല്ലൊരു ചെറുപ്പക്കാരനുണ്ട്, മൂന്നാമത്തെ സഹോദരൻ, കച്ചവടക്കാരനായ സഹോദരന്. ആ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരനാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ്. ആരും അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടാൽ സന്തോഷം മാത്രമേ പറയുള്ളൂ. കച്ചവടം ആ മകനെ ഏൽപ്പിച്ചു. ഏൽപ്പിക്കുന്ന സമയത്ത് വാപ്പ പറഞ്ഞു, മോനെ, നിന്റെ കച്ചവടത്തിന്റെ അടുത്തേക്ക് പലരും വരും. ഒന്നിനും അർഹതയില്ലാത്ത ആള് വരുമ്പോ കാശ് ചോദിക്കണ്ട, അദ്ദേഹം ഒരു ഫക്കീറാണെന്ന് കരുതിയിട്ട് നീ എന്തെങ്കിലും കൊടുത്തേക്കണം. കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് തരും. ഒന്നും തിരിച്ചു തരാൻ വിലയൊന്നും കയ്യിലുണ്ടാകൂല, പക്ഷെ സന്തോഷത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുത്തേക്കണം. ആരെയും കച്ചവടം കൊണ്ട് വിഷമിപ്പിക്കരുത്. ചെറുപ്പക്കാരനെ കച്ചവടം ഏൽപ്പിച്ചു. ബാപ്പ ഇബാദത്തിലായി മുന്നേറി. ദുനിയാവ് മതിയാക്കാൻ തോന്നി. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, പഴയ കാലത്തൊക്കെ 60 കഴിഞ്ഞാൽ, 63 കഴിഞ്ഞാൽ ഉപ്പാപ്പമാർക്കും മറ്റൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പ്രായം എനിക്ക് തന്നു. ഇനിയും ഞാൻ ദുനിയാവുമായിട്ട് ഇങ്ങനെ ശുഗലായി പോകുന്നില്ല. മക്കള് അവര് സമ്പാദിച്ചുകൊണ്ട് അവര് ജീവിക്കട്ടെ, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം, വഴികാട്ടിയായി ജീവിക്കണം. ഇബാദത്ത് ചെയ്യാൻ പലപ്പോഴും യൗവനകാലത്ത് എനിക്ക് സാധിക്കാതെയും മറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ പരിഹരിക്കട്ടെ. പലരും മഗ്രിബ് മുതൽ ഇശാ വരെ, ചിലരൊക്കെ സുബീന്റെ ശേഷം ദുഹാ വരെ ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും നല്ല നല്ല നിലക്ക് പ്രാർത്ഥന നടത്താനും ദീർഘിച്ച സമയങ്ങൾ അങ്ങനെ ഉപയോഗിച്ചിരുന്നു. മതിയല്ലോ, ഏറെക്കാലം ദുനിയാവിൽ കിട്ടിയില്ലേ എന്ന നിലക്ക് അങ്ങനെ തന്നെ ജീവിച്ചവരും ഉണ്ട്. ഇടപാടുകൾ പലതും മതിയാക്കിയവരുണ്ട്. 40ാമത്തെ വയസ്സായപ്പോ ഗ്രന്ഥരചന മുഴുവനും നിർത്തിയിട്ട് ഇബാദത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ച മഹാനാണ് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ്. 40 എന്നുള്ള ബോധം വന്നപ്പോൾ എനിക്കെപ്പോഴും പോകാമല്ലോ എന്നുള്ള ചിന്തയില്, ഇബാദത്തിന് വല്ല കുറവുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇൽമ് ക്രോഡീകരിക്കുക വലിയ ഇബാദത്തല്ലേ? അത് രചന നടത്തുക എന്നുള്ള ഇബാദത്തുകളെ കൂട്ടത്തിൽ വലിയ ഇബാദത്തല്ലേ? ഒരു ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്തല്ലേ? ആ ഇൽമ അനുസരിച്ച് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ഖൈറല്ലേ? പക്ഷേ അതുകൊണ്ട് അവർക്ക് ദാഹം തീരുന്നില്ല. പകല് സമയത്ത് ദർസ് നടത്തുന്ന ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇബാദത്തിന്റെ മർമ്മം കാത്തു സൂക്ഷിച്ചത് രാത്രിയിലല്ലേ? രാജാക്കന്മാരും ഭരണാധികാരികളും വന്നിട്ട് വരെ സന്ദർശനത്തിന് മുഖം കൊടുക്കാതെ സുബ്ഹിന്റെ ശേഷത്തേക്ക് നീക്കി വച്ചില്ലേ? ഇബാദത്തിലായി അവരൊക്കെ മുന്നേറുകയാണ്. കച്ചവടക്കാരനായ സഹോദരൻ പറയുന്നു, ഞാനും ഇബാദത്തിലായി മുന്നോട്ട് നീങ്ങട്ടെ. കച്ചവടക്കാരനായ ബാപ്പക്ക് മരണം ആസന്നമായപ്പോ ചെറുപ്പക്കാരനായ മകൻ വന്നിട്ട് ബാപ്പാനോട് ചോദിക്കുന്നു, ഉപ്പാ വല്ല വസിയത്തും ചെയ്യാനുണ്ടോ? മോനെ, നിന്റെ ബാപ്പക്ക് സ്വത്തൊന്നുമില്ലല്ലോ വസിയത്ത് ചെയ്യാൻ. സ്വത്തൊക്കെ നിങ്ങളെ കുടുംബത്തെ മക്കളെ ഏൽപ്പിച്ചില്ലേ? ബാപ്പ മരിച്ചാൽ നിന്റെ ഉപ്പാന്റെ സഹോദരങ്ങളെ കൂടെ എന്നെയും നീ മറവ് ചെയ്യണം. എന്നിട്ട് 2 വരി എന്റെ ഖബറിന്റെ മേലും എഴുതി വെക്കണം. വകൈഫായലുദ്ദുൽ ഐശ മൻ ഹുവ സായിറു ഇലാ ഹദസിൻ തുബിലി സിയാബാ മനാസിലു വയുദ്ഹിബു റസ്മൽ വജ്ഹി മിൻ ബഅദി സൗതിഹി സരിഅൻ വയുബ്ലാ ജിസ്മുഹു വ മഫാസിലു. എങ്ങനെ ജീവിതം കൊണ്ട് ആനന്ദിക്കാനാണ്? മടങ്ങാനുള്ളതൊരു കുഴിയിലേക്കല്ലേ? ആ കുഴിയിലെത്തിയാലോ ശരീരം ഒന്നൊന്നായി മണ്ണിലേക്ക് ചേരുന്നു. എല്ലാവരും
എല്ലാവരുടെ ശരീരവും മണ്ണിലേക്ക് ചേരൂല സഹോദരങ്ങളെ. പ്രത്യേകം ചില ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്, അമ്പിയാക്കൾ അതിൽ നിന്ന് ഒഴിവാണ്, അതുപോലെ തന്നെ ശുഹദാക്കൾ അതിൽ നിന്ന് ഒഴിവാണ്. പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം സ്ഥാപിച്ചോളൂ, അവരും അതിൽ നിന്ന് ഒഴിവാണ്. നേരം കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ സവാബ് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നേരക്ക് വാങ്ങി വിളിച്ചോളൂ, അവർക്കും ആ ഖബറിന്റെ ജീർണിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവാണ്. ചെറിയ കുട്ടികളില്ലേ, ഒരു ദോഷവും ചെയ്യാത്ത കുട്ടികള്, നല്ല പരമ്പരയിൽ ജനിച്ച കുട്ടികള് വളരെ വിശുദ്ധിയോടെ ഖബറിൽ കിടക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മണ്ണിലേക്ക് ചേരാതെ, കഫംപുട പോലും ഒന്നുമാകാതെ തെളിഞ്ഞ മുഖത്തോടെ കിടന്ന മഹാനല്ലേ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. വഫാത്തായി 230 കൊല്ലം കഴിഞ്ഞിട്ട് മഹാന്റെ ചാരത്തൊരു ഖബർ കുഴിക്കുന്നു ബന്ധുവിനെ മറവ് ചെയ്യാൻ. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഖബറിന്റെ ചുമരി ഭാഗം പൊളിഞ്ഞു വീണു. അപ്പോഴാണ് ഖബർ കുഴിക്കുന്ന ആളുകൾക്ക് നല്ല സുഗന്ധം ലഭിക്കുന്നത്. നോക്കുമ്പോ 230 കൊല്ലം മുമ്പ് വഫാത്തായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കഫംപുടക്കൊരു കേടും വരാതെ നല്ല രൂപത്തിൽ എങ്ങനെ കിടക്കുന്നു. ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നമ്മളോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ് 40 ദിവസത്തേക്കാൾ പിന്തിക്കുന്നത് കറാഹത്താണ് കേട്ടോ. ഒരു 40 ദിവസമാകുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും ഖുർആൻ തീർക്കണേ. ഉമ്മമാരെ, നിങ്ങളെ കൂടി സൗകര്യപ്പെടുത്തിയിട്ടാണ് ഒരു 40 എന്നുള്ള കണക്ക് പറഞ്ഞത്. ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമാകുമോ എന്ന് കരുതി. കാരണം ഒരു മാസത്തില് 6 7 ദിവസം അല്ലെങ്കിൽ അതിലധികം ദിവസം ഖുർആൻ ഓതാൻ പറ്റാത്ത, ഖുർആൻ തൊടാൻ പറ്റാത്ത സന്ദർഭങ്ങൾ വന്നേക്കും. നിങ്ങൾക്ക് കൂടി വിശാലമായൊരു കണക്കല്ലേ 40 എന്ന് പറഞ്ഞത്. ചെറുപ്പക്കാരെ, ഉപ്പമാരെ, 40 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ് തീർക്കണമെന്ന് പറയുമ്പോ ഒരു ദിവസം ഒരു ജുസ് ഓതേണ്ടതില്ലല്ലോ. ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ട് തീരും. അതിലും കുറഞ്ഞ ഭാഗങ്ങൾ ഓതിയിട്ട് 40 ദിവസമാകുമ്പോഴേക്ക് ഖത്മ് തീർക്കണേ. ഒരു മാസം തന്നെ 4ഉം 5ഉം ഖത്മ് തീർത്തിരുന്ന മഹാന്മാരില്ലേ, 8ഉം 10ഉം ഖത്മ് തീർത്തിരുന്ന മഹാന്മാരുണ്ട് എന്ന് ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് സാധാരണ ഓതുന്ന സൂറത്തുകളെ കൊണ്ട് മതിയാക്കരുത്. ഖുർആൻ ഖത്മ് തീർക്കുന്നതിൽ നല്ല താല്പര്യം കാണിച്ച് ഖുർആനുമായി നല്ല ബന്ധം പുലർത്തണം. ഖുർആനിനോട് ബന്ധമുള്ള ശരീരം എങ്ങനെ മണ്ണ് തൊടാനാ? അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ധാരാളം തവണ ഓതാനും ഖത്മ് തീർക്കാനും അല്ലാഹു ഭാഗ്യം തരട്ടെ. ചെറുപ്പക്കാരൻ, കച്ചവടക്കാരനായ ചെറുപ്പക്കാരൻ ബാപ്പ മരിക്കുന്നത് കണ്ടപ്പോ ബാപ്പാനോട് വസിയത്ത് ചോദിച്ചപ്പോ 2 വരി എഴുതി വെക്കാൻ പറഞ്ഞു. മോനെ, മണ്ണിലേക്ക് പോയി കിടക്കാനുള്ള എനിക്ക് എങ്ങനെ ജീവിതം സുഖകരമായി കിട്ടാനാണ്? ആ മണ്ണിലെത്തിയാൽ മുഖത്തിന്റെ സൗന്ദര്യം മണ്ണ് എടുത്തു മാറ്റൂലേ? എല്ലാ സൗന്ദര്യങ്ങളും മണ്ണ് പിടിച്ചു മാറ്റുമല്ലോ. 3 ദിവസം എന്റെ ഖബറിന്റെ സമീപത്ത് നീ വരണം. ആ ചെറുപ്പക്കാരൻ ഈ 2 വരി ബാപ്പാന്റെ ഖബറിന്റെ മേലെ എഴുതി വെച്ചു. 3-ാമത്തെ ദിവസം ഖബർ സിയാറത്ത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ചെറുപ്പക്കാരൻ ഒരു ശബ്ദം കേട്ടു. വീട്ടിലെത്തിയപ്പോൾ പനി ബാധിച്ചു പോയി. പനി ബാധിച്ച് രാത്രി വരെ ശക്തമായ പനിയാണ്. രാത്രിയിൽ സ്വന്തം ബാപ്പ വന്നിട്ട് പറയുന്നു, മോനെ, അന്ത ഇന്ധന അൻ ഖലീൽ,
നീ നമ്മളെ സമീപത്ത് കുറഞ്ഞ കാലമല്ലേ താമസിക്കൂ, ദുനിയാവിൽ നിനക്ക് കുറച്ച് ആയുസേ ഉള്ളൂ, യഥാർത്ഥ ലോകം പരലോകമാണ്. വൽ മൗതു അഖ്റബു മിൻ ദാലിക, മരണം നിന്റെ അടുത്തേക്ക് വരാനുണ്ട്. അതുകൊണ്ട് നല്ലോണം ഒരുങ്ങണം മോനെ, യാത്രക്ക് വേണ്ടി നല്ലോണം ഒരുങ്ങണം. നീ താമസിക്കുന്ന വീട്ടിൽ നിന്ന് കാലാകാലവും അവിടെ താമസിക്കുമെന്ന് വിചാരം വേണ്ട. എപ്പോഴും അവിടെ ഉറങ്ങി സുഖിക്കാൻ പറ്റുമെന്ന് കരുതരുത്. എപ്പോഴും കടക്കാനുള്ളൊരു വീട്, ആ വീട്ടിൽ നിനക്ക് മെത്തയുണ്ടോ, ആ വീട്ടിൽ നിനക്ക് കട്ടിലുണ്ടോ? അതുകൊണ്ട് ദുനിയാവിലെ സുഖിയന്മാര് ആഗ്രഹങ്ങൾ വാരിക്കൂട്ടും പോലെ മോനെ ആഗ്രഹങ്ങളിൽ ചതിയിൽ പെട്ടുപോകരുത്. ആഗ്രഹങ്ങൾ നല്ലോണം ചുരുക്കിക്കോ. ഒരൊറ്റ ആഗ്രഹവും ഒരാൾക്കും തീർത്തു വെക്കാൻ ഇവിടെ കഴിയൂല. ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആള് ഏറ്റവും കൂടുതൽ ഖേദിക്കുന്നത് മരണത്തിന്റെ നേരത്താകും. വീഴ്ച വരുത്തിയിട്ട് മാത്രം ജീവിച്ച ആള് ഏറ്റവും അധികം ദുഃഖിക്കുന്നത് മരണത്തിന്റെ നേരത്താകും. ദുനിയാവിന്റെ സമ്പാദ്യം മാത്രം ലക്ഷ്യം വെച്ച ആള് മരിക്കുന്ന നേരത്തെ ആള് ഖേദപൂർവം പറയും, കുറച്ചുകൂടി കാലം കിട്ടുമോ, കുറച്ചുകൂടി കാലം കിട്ടുമോ? അതുകൊണ്ട് ഫബാദിർ 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 3 പ്രാവശ്യം ഉപ്പ പറഞ്ഞു, പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ. 3 തവണ ഉപ്പ ബാദിർ ബാദിർ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് 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 എന്ന് 3 പ്രാവശ്യം പറഞ്ഞപ്പോ മകൻ വിചാരിച്ചു 3 വട്ടല്ലേ പറഞ്ഞത്, ഒന്നുകിൽ ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം 3 മണിക്കൂർ, അല്ലെങ്കിൽ 3 ദിവസം, ഏറിപ്പോയാൽ 3 മാസം, അതിലും ഏറെ കൂട്ടിയാൽ 3 വർഷം, അതിലപ്പുറം കണക്കൂട്ടാനില്ല. അങ്ങനെ 3 തവണ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു, പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ പെട്ടെന്നാകട്ടെ. ബാപ്പാന്റെ വയസ്സൊന്നും എത്തിയിട്ടില്ല എന്നാണ് കാത്തിക്കാൻ പറ്റൂല. മകനോട് കച്ചവടക്കാരനായ വാപ്പ പറയുന്നത്, കിടക്കാനുള്ള സ്ഥലമാണിത്, അതുകൊണ്ട് ഒരുങ്ങിക്കോളണം, നല്ലോണം ഒരുങ്ങിക്കോളണം. മകൻ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് തന്നെ സമ്പത്തൊക്കെ ബാക്കിയുള്ള അനന്തരക്കാർക്ക് വിഹിതം വെച്ചു കൊടുത്തു. പിന്നെയും മിച്ചം വന്ന സമ്പത്ത് സ്വതക്ക ചെയ്തു. കടങ്ങളും ബാധ്യതകളൊക്കെ വീട്ടി. കുറെ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു, അവരോടൊക്കെ പൊരുത്തപ്പെടിച്ചു. എന്തെങ്കിലുമൊക്കെ തകരാറ് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. അവരോടൊക്കെ സലാം പറഞ്ഞു, വിദാവ് പറഞ്ഞു. മറ്റൊരു രാജ്യത്തേക്ക് യാത്ര പോകുന്ന ആളെ പോലെ വിട പറഞ്ഞപ്പോ അവർ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഒന്നുമല്ല, എന്റെ ബാപ്പ എന്നോട് 3 പ്രാവശ്യം പെട്ടെന്ന് 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് കണക്ക് കൂട്ടിയിട്ട് എത്രയാണ് എന്ന് എനിക്ക് ബോധ്യം വരുന്നില്ല. 3 മണിക്കൂറാണോ, 3 ദിവസമാണോ, 3 മാസമാണോ, 3 വർഷമാണോ എന്നറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരുങ്ങുകയാണ്. എത്രയായാലും എനിക്ക് വിരോധമില്ല. 3 ദിവസം അദ്ദേഹം ദാനം ചെയ്തു. 3-ാമത്തെ ദിവസം അവസാനിക്കുമ്പോ രാത്രി ആരംഭിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഖിബിലക്കങ്ങ് മുന്നിട്ട് കിടന്നു. മക്കൾ കുടുംബക്കാരെ വിളിച്ച്, സഹോദരിമാരെയും മറ്റും വിളിച്ച് അവരോടൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്ത് അദ്ദേഹം തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ്. 3 ഖബറും വരി വരിയായി. വയസ്സനായ ആ നാട്ടിലെ കാരണവര് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മിർദാസ് സദഖത്തുല്ലാഹ് അബ്ദുല്ലാഹിബ്നു സദഖ റളിയല്ലാഹു അൻഹുവിനോട് ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ അതിന്റെ താഴെ നിങ്ങളൊരു ഖബർ കണ്ടിട്ടില്ലേ? അതാ മകന്റെ ഖബറാണ്. ഷഹാദത്ത് കലിമ സന്തോഷത്തോടെ ചൊല്ലിയിട്ട് കുടുംബത്തോട് യാത്ര പറഞ്ഞു. മുഅ്മിനീങ്ങളെ, നമുക്കും മരിക്കണം, കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് നന്നായി അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം വേണം, മരണത്തെ കുറിച്ചുള്ള ചിന്ത വേണം, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം. ദുനിയാവില് തീരെ ജീവിതം വേണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദുനിയാവിലെ ജീവിതത്തിന്റെ ഇടക്ക് ആഖിറം മറന്നുകൂടാ. ദുനിയാവിലെ ചുരുങ്ങിയ ജീവിതത്തിന്റെ ഇടക്ക് പരലോക സമ്പാദ്യം വിട്ടുകൂടാ.
ഇന്നും നിസ്കരിച്ചില്ലേ നിസ്കാരങ്ങള്? ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളില്ലേ, അത് വലിയ സമ്പാദ്യമാണ്. നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളില്ലേ, നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളില്ലേ, വലിയ സമ്പാദ്യമാണ്. ഫർളും സുന്നത്തുമായ കാര്യങ്ങളോട് വലിയ താല്പര്യപൂർവം അതിനോട് നമ്മൾ സമീപിക്കുകയും പിൻപറ്റുകയും ചെയ്യുക. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണെന്ന് കരുതി അതെല്ലാം അധികരിപ്പിക്കുക. മരണത്തിന്റെ തൊട്ടു തലേ ദിവസവും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കളോടെല്ലാവരോടും ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി സൂറത്തുൽ വാഖിയ പതിവായി ഓതാൻ പറഞ്ഞതുപോലെ ഉപ്പമാരെ ഉമ്മമാരെ എല്ലാവരോടും ഖുർആൻ ഓതാൻ നല്ലോണം കൽപ്പിക്കുക, നല്ലോണം പഠിപ്പിക്കുക. ഇൽമു പഠിച്ച് മുന്നേറുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മയിൽ ഒരു കുറവും ഉണ്ടാകരുത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചിന്തിച്ചൊരു ചിന്ത കണ്ടില്ലേ? പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശ്രദ്ധയിൽ ഒരായത്ത് വന്നപ്പോ ആ ആയത്തിന്റെ വ്യാഖ്യാനം ആലോചിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുറെ നേരം ചിന്തിച്ചു പോയി. വല്ലദീന യുതൂന മാ തവ്വ ഖുലൂബുഹും വജിലാ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനയിലെ ഈ ആയത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ മഹദി ചിന്തിക്കുന്നു, അല്ലാഹ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്നത് ആരെപ്പറ്റിയാണ്? വല്ലദീന യുതൂന മാ തവ്വ ഖുലൂബുഹും വജിലാ. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സ് പേടിച്ച് വിറക്കുന്ന ആളുകൾ, മനസ്സിൽ വല്ലാതെ ഭയമുള്ള ആളുകൾ, ചെയ്തല്ലോ എന്ന സന്തോഷമല്ല, ചെയ്തിട്ടും മനസ്സിൽ പേടി മാറാത്ത ആളുകൾ, എന്താണ് അവരെ മനസ്സിന്റെ പേടി? ഇതൊക്കെ ചെയ്തെങ്കിലും അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണല്ലോ. അല്ലാഹു ഇത് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഈ ആയത്ത് ഇങ്ങനെ ചിന്തിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരം കളയുമ്പോ വീട്ടിലേക്ക് വരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ആയത്തിൽ പറയുന്നത് ആരെ പറ്റിയാണ്? തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സ് പേടിച്ച് വിറക്കുന്ന ആളെ പറ്റിയാണോ? അല്ല ആയിഷ, അവര് നിസ്കരിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, ധാരാളം സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസ്സിന്റെ ഭയം വിട്ടു മാറിയിട്ടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കുമോന്നറിയില്ലല്ലോ എന്നൊരു പേടി അവരെ മനസ്സിലുണ്ട്. ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷമല്ല, അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ? റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണെന്ന ബോധത്തോടെ ചെയ്യുന്ന അമലുകളൊക്കെ ചെയ്തു കൂട്ടുന്ന ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത്. തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റിയല്ല. നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളെ നല്ല ബോധത്തോടെ നല്ല ഖൗഫോടെ അമൽ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. പാതിരാത്രിയിൽ എഴുന്നേറ്റ് ദുആർക്കുന്ന ആളുകളെ പറ്റിയും അല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. അവരെ ദുആയിൽ ഖൗഫുണ്ട്. യദ്ഊന റബ്ബഹും ഖൗഫൻ വ തമആ. ദുആഇന് ഉത്തരം കിട്ടുന്ന സമയത്താ ദുആർക്കുന്നത്. പക്ഷേ അപ്പോഴും മനസ്സിൽ പേടിയുണ്ട്, പ്രതീക്ഷയുമുണ്ട്. അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലോ, ഞാൻ ചെയ്യുന്നത് വെറുതെ ആയല്ലോ,
റബ്ബ് സുബ്ഹാനഹു വ തആല എൻ്റെ അമൽ തള്ളിയാലോ എന്ന നിലക്കൊരു ഖൗഫ് അവരെ മനസ്സിലുണ്ട്. മറ്റൊരു ഭാഗത്ത് അല്ലാഹു തആല സ്വീകരിക്കും എന്നൊരു പ്രതീക്ഷയുമുണ്ട്. പ്രതീക്ഷയും പ്രത്യാശയും രണ്ടുമുള്ള ശരീരമാണ്, രണ്ടുമുള്ള ഖൽബാണ് മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ്. അത് ആഖിറത്തിലേക്ക് ചിന്തിക്കുന്ന ഖൽബായതുകൊണ്ട് രണ്ട് രൂപഭാവങ്ങളും മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ വരും. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വർ-റജാ. അതുകൊണ്ട് നല്ല ബോധത്തോടെ നല്ല ചിന്തയോടെ ആഖിറത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഓരോ അനുസ്മരണങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പരലോകത്തെയാണ്, മരണത്തെയാണ്, ഖബറിനെയാണ്. ആരെ അനുസ്മരിച്ചാലും അതിൽ മരണമുണ്ടല്ലോ, ഖബറുണ്ടല്ലോ, ബാക്കി എല്ലാ സംഗതികളും ഉണ്ടല്ലോ. ഒന്നിനെയും പേടിക്കാത്ത രൂപത്തിൽ നല്ലൊരു ഹിമ്മത്ത് മരിക്കുന്ന നേരത്ത് വേണം. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മക്കളോട് പറഞ്ഞില്ലേ, എനിക്കൊന്നിനും പേടില്ല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയാണ് എനിക്ക് പേടിയുള്ളത്, വേറൊന്നിനെ മലക്കുൽ മൗത്തിനെ പോലും ഞാൻ പേടിക്കുന്നില്ല എന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. മലക്കുൽ മൗത്തിനൊന്നും എനിക്ക് പേടില്ല, ഒരു ഇൻസാനെയും എനിക്ക് പേടില്ല, ഒരു മലക്കിനെയും പേടില്ല, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയുമാണ് എനിക്ക് ഖൗഫുള്ളത്. എത്ര സന്തോഷത്തോടെയാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വിടവാങ്ങിയത്. എല്ലാ മക്കളും കേൾക്കേ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ചൊല്ലി നല്ല റാഹത്തിലായി അവസാന സമയം വരെ അല്ലാഹ് 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 എന്ന കലിമത്തോടെ റൂഹ് പിരിഞ്ഞു പോകുന്ന ഒരു സുന്ദരമായ അവസ്ഥയാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിടവാങ്ങലിൽ മക്കൾ കണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. കലിമ ചൊല്ലിപ്പിരിയാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട സന്തോഷങ്ങൾ അല്ലാഹു നമുക്ക് ഏറ്റി തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.